ഗോഡ്സെമാരാവുകയും ചെയ്യുന്ന ഭരണകൂട താല്പര്യങ്ങൾക്ക് അടിപ്പെട്ട് നിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്നവർ വില്ലന്മാരാവുകയും കള്ളം പറയുന്നവർ നായകന്മാരാവുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണിത്. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നെതന്യാഹു ഭരണാധികാരിയായി തുടരുന്നത്, ഇന്ത്യയിൽ നരേന്ദ്രമോദി ഭരണാധികാരിയായി തുടരുന്നത്, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണാധികാരിയായി തുടരുന്നത്. ഇതിനെ സത്യാനന്തര കാലം എന്നാണ് ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഞാൻ അത്ര ബുദ്ധിയുള്ള ആളല്ല. സത്യം ഒരു ഉടപ്പെട്ട് തുടങ്ങുമ്പോൾ നുണ ലോകം ചുറ്റി സഞ്ചരിക്കുന്നു എന്ന് പറയാറുണ്ട്. അത് പുതിയ കാലത്ത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ജനാധിപത്യ വിരുദ്ധമായ സങ്കുചിതത്വം മാത്രം നിറഞ്ഞ മത തീവ്രവാദം നിലനിൽക്കുന്ന ഒരു കാലത്ത് ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള പൗരന്മാരായിരിക്കുക എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എൻ്റേതായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുന്നുണ്ട്. അതേപോലെ നിങ്ങളും ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് മറ്റാരെക്കാളും ബോധ്യമുണ്ട്. ആ ബോധ്യപ്പെടലിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം യൂണിമ പോലുള്ള ഒരു സർഗാത്മക സാഹിത്യോത്സവം, സാംസ്കാരികോത്സവം ഇവിടെ നടത്തപ്പെടുന്നത്. ഇത് ഒരു പുത്തൻ രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്കും ചിന്താധാരയിലേക്കും നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റേതായ ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എഴുത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? ആദർശ് എന്നവർ ആനന്ദ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള എഴുത്തുകാരനുണ്ട്. രണ്ടുപേര് മലയാള സാഹിത്യത്തിൽ ആനന്ദുണ്ട്. ഒന്ന് സച്ചിദാനന്ദൻ്റെ ശരിക്കും പേര് ആനന്ദിനായിരുന്നു. പിന്നെ മലയാള നോവലിസ്റ്റ് ആനന്ദ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് എഴുത്തുകാരാണ്. അവരുടെ പേരിലാണ് ഒരാൾ സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം. എൻ്റെ വീട് കാസർഗോഡാണ്. ഇവിടെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഒരാൾ പറയാം. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ മടിക്കൈ എന്ന നാട്ടുപ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. അത് ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസിന്റെ മക്കോണ്ട പോലെ ഗാന്ധിയുടെ 100 വർഷങ്ങളിൽ മക്കോണ്ട പോലുള്ളൊരു സ്ഥലമാണ് മടിക്കൈ. നിറയെ നേന്ത്രവാഴകളുള്ള കാസർഗോഡ് ജില്ലയിലെ വാഴത്തോട്ടം എന്നറിയപ്പെടുന്നു. നിറയെ കമ്മ്യൂണിസ്റ്റുകാരുള്ള, കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് മുട്ടി നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് മടിക്കൈ. അതുപോലെ നിറയെ തെയ്യങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണിത്. മുട്ടിന് അമ്പലങ്ങളും കാവുകളും ഒക്കെയുണ്ട്. ശബരിമല കാലത്ത് വ്രതമെടുത്ത് പിന്നെ ശബരിമലക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളുടെ സ്ഥലം കൂടിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യമുണ്ട്. തെയ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കാന്താര വന്നതോടുകൂടി എന്നതിനെ കുറിച്ച് കാന്താര എനിക്ക് 2ാം ഭാഗം തീരെ ഇഷ്ടപ്പെട്ടില്ല. അതൊരു ബ്രാഹ്മണിക്കുള്ള അജണ്ട നൽകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊരു BJP ആണ് കൂടെ വിളിച്ചു പറയുന്ന ഒരു സിനിമ കൂടിയാണ് കാന്താര 2ാം ഭാഗം. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തെയ്യം നടക്കുകയാണ്. ഇഷ്ടമൂർത്തി എന്ന് പറയുന്ന തെയ്യം കെട്ടിയാടപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഈ തെയ്യത്തിന് തൊഴാൻ പൈസ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. തെയ്യത്തിന് തൊഴാൻ ഞാനൊരു 2 റുപ്യ കൊണ്ട് ഈ തെയ്യത്തിനടുത്തേക്ക് ഇഷ്ടമൂർത്തി തെയ്യത്തിനടുത്തേക്ക് പോകാം. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മളെ വീട്ടിനപ്പുറത്തുള്ള ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള ഭാസ്കരേട്ടൻ അവിടെ തൊഴാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തെയ്യം ഭാസ്കരേട്ടൻ്റെ കൈ പിടിച്ച് പറയുകയാണ്, സഖാവേ വൈകുന്നേരം ഫ്രാക്ഷൻ ഉണ്ട്, നിർബന്ധമായി വരണം. ഞാനിത് വളരെ അന്താളിപ്പോടുകൂടി ഈ തെയ്യമാണ് പറയുന്നത്, സഖാവേ വൈകുന്നേരം ഫ്രാക്ഷൻ ഉണ്ട്, നിർബന്ധമായി വരണം എന്ന് തെയ്യം പറയുന്നത് കേട്ടു. അന്നാണ് എനിക്ക് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് മനസ്സിലാവുന്നത്. അത് അത്തരത്തിലുള്ള രാഷ്ട്രീയം, വിശ്വാസം ഒക്കെ അങ്ങനെ അതിന് അതിവൈകാരികതയോ അല്ലെങ്കിൽ വളരെ കൃത്യമായ പ്രത്യയശാസ്ത്ര നിബന്ധങ്ങളും ശാഠ്യങ്ങളും ഒന്നും കൊടുക്കാത്ത ഇടതുപക്ഷ വിശ്വാസികളുള്ള ഒരു സ്ഥലമാണ് മടിക്കൈ. അപ്പോൾ അവിടെ ജനിച്ച ഒരാൾ എന്ന നിലയിൽ അവിടെ ഒരു വായനശാലയുണ്ട്, കിട്ടാങ്കോട്ട് ഗ്രാമീണ വായനശാല എന്ന വായനശാല. അവിടുന്ന് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു കുട്ടിക്കാലം തൊട്ട്. ആ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നമ്മളോട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുടയും കുഞ്ഞുപെണ്ണുകൾ എന്ന് പറയുന്ന മുട്ടത്ത് വർക്കിയുടെ പുസ്തകം
അത് വായിക്കുമ്പോൾ ഞാൻ കരഞ്ഞിരുന്നു. അതേപോലെ അച്ഛൻ്റെ ബാല്യം എന്ന് പറഞ്ഞിട്ട് ഒരു സോവിയറ്റ് യൂണിയൻ കഥയുള്ള കുട്ടികളുടെ പുസ്തകം. അതിൻ്റെ അച്ഛൻ്റെ ബാല്യത്തിൽ അച്ഛൻ എൻ്റെ അച്ഛനായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പോൾ വേതാളം കഥകൾ വായിച്ചിട്ടുണ്ട്. വേതാളം കഥകൾ വായിച്ചിട്ട് ഞാൻ ആവേശം കൊടുത്തിട്ട് ഒരു ദിവസം വീട്ടിൻ്റെ മുമ്പിലുള്ള പറങ്കിമാവൻ്റെ മുകളിൽ വേതാളം പോലെ കയ്യും കാലും ചുറ്റിപ്പിടിച്ച് നിൽക്കുകയും പറങ്കിമാവൻ്റെ കൊമ്പിൽ നിന്ന് വഴുതി വീഴുകയും ചെയ്തത്. അപ്പം ഈ കഥയും യാഥാർത്ഥ്യവും ഒന്നായി മാറുന്ന ഒരു സർഗാത്മകമായിട്ടുള്ള ഒരു ബോധമില്ലായ്മ എനിക്ക് ആ കാലത്ത് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. സാഹിത്യത്തിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെയൊക്കെ കുട്ടിക്കാലം പോലെ അത്ര നിങ്ങളും നല്ലതല്ലാത്ത കുട്ടിക്കാലമായിരിക്കാം, അത്ര നല്ലതല്ലാത്ത ഒരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങളുടേത്. സാമ്പത്തിക ശരാശരി മധ്യവർഗ ജീവിതം നയിക്കുന്ന ആളുകളായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിനടുത്തൊരു ദുബായിൽ നിന്ന് പോയിട്ട് പണ്ടൊക്കെ ദുബായിലേക്ക് പോകുന്ന അപൂർവമാണ്. ഈ തലമാറ്റി ഒട്ടിച്ചിട്ടാണ് ദുബായിലേക്ക് പോകുക. കള്ള പാസ്പോർട്ടിലാണ് കാസർഗോഡുകാരെ ദുബായിലേക്ക് പോകുന്നത്. അപ്പം ഇവരൊക്കെ ഷാർജയിലും അബുദാബിയിലും ദുബായിലൊക്കെ പോയി വരുമ്പോൾ ഭയങ്കര സമ്പന്നരായിട്ട് തടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം കഴുത്തിൽ സ്വർണ്ണമാലയൊക്കെ ഉണ്ടാവും. അവർ കൊണ്ടുവരുന്നൊരു സാധനമായിരുന്നു ടെലിവിഷൻ. അപ്പം ഈ ടെലിവിഷൻ പിന്നെ കൊണ്ടുവന്നാൽ നമ്മളൊക്കെ ആ ടെലിവിഷനിൽ സിനിമ കാണാൻ വേണ്ടി ഇവരുടെ വീട്ടിലെത്തും. ഞങ്ങൾ കുട്ടികളാണ്. അപ്പോൾ ഇവർ വീഡിയോ കേസറ്റ് VCP കേട്ടിട്ടുണ്ടാകും. VCR VCP ഇന്നത്തെ പോലെ CD VCP ഇവർ ഓരോ സിനിമ ഇടും. അപ്പോൾ നമ്മളിങ്ങനെ ജനലിൻ്റെ പുറത്തിരുന്ന കുട്ടികൾ കൂട്ടം കൂടി എന്നിട്ട് സിനിമ കാണാൻ ആദ്യയോടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ സിനിമയിൽ ഇങ്ങനെ ജയൻ്റെ പടം, മമ്മൂട്ടിയുടെ പടം, മോഹൻലാലിൻ്റെ പടം നമ്മളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആ സ്ത്രീയുടെ അമ്മായിയും തമ്മിൽ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിലല്ല. ഈ തെരുവിളി നൃത്തത്തിൽ വരുമ്പോൾ ഈ സിനിമ കാണുന്ന നമ്മളെ പരിഗണിക്കാതെ അവരെ ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമകൾ അല്ലെങ്കിൽ ഭർത്താവ് വേഗം പോയിട്ട് TV ഉണ്ടാകും. അപ്പോൾ സിനിമയുടെ ഒരു 70% കഴിഞ്ഞിട്ട് നമ്മൾ ആകാംക്ഷയോടെ അടുത്ത സീൻ എന്താണ് സംഭവിക്കുക നമ്മൾ ടെൻഷനോടെ എടുക്കുന്ന സമയത്താണ് ഒരു TV ഉണ്ടാക്കിയിട്ട് TVയുടെ മുകളിൽ ലുങ്കി എടുത്തു. അപ്പോൾ ഇനി എന്ത് അത് സിനിമ വെക്കൂല എന്നുള്ളതാണ് സംഭവം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്കി ആലോചിക്കും, എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും. പതിരാത്രം എന്ന സിനിമയിൽ മമ്മൂട്ടിയെ കുറിച്ച് സംഭവിച്ചിട്ടുണ്ടാവും. മമ്മൂട്ടി വെള്ളക്കടത്തുകാരനായി ഏത് വില്ലൻ മുതലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, വില്ലനെ കൊന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പെങ്ങളെ വില്ലൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ടാവും. തുടങ്ങിയ ആലോചനകളിലൂടെ നമ്മൾ ആ സിനിമയുടെ ബാക്കി ആലോചിക്കും. അങ്ങനെയാണ് സർഗാത്മകതയുടെ ഒരു പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഞാൻ MT എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റൈറ്ററായി. പ്രത്യേകിച്ച് MT ഭയങ്കര ജ്ഞാനപീഠ അവാർഡിൻ്റെ സമയത്ത് MTയുടെ സ്വഭാവശീലങ്ങളെന്ന് വെച്ചിട്ട് MM ബഷീർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, നിരൂപണ അധ്യാപകനായിട്ടുള്ള MM ബഷീർ സാറെ പുസ്തകം അറിയില്ല MTയെ കുറിച്ച്. അപ്പം അത് വായിച്ചിട്ട് MTയെ പോലെ എഴുത്തുകാരനാവണമെന്ന്, MTയുടെ ശീലങ്ങൾ അനുഭവിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം MT ആരോടും മിണ്ടൂല. അപ്പം ഞാൻ MTയോട് ഭയങ്കര ആരാധന കൊടുത്തിട്ട് MT ആരോടും മിണ്ടൂല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ ഭയങ്കര മൗനത്തിൻ്റെ ഗുഹയിൽ ഇരിക്കുന്നത് എനിക്കെന്നെ വീർപ്പുണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം ഏട്ടൻ പുരുഷു എന്ന് പറയുന്ന ഏട്ടൻ അവിടെ വെൽഡിങ് പണിക്ക് പോകുന്നത്. വെൽഡിങ് പണിക്ക് പോയിട്ട് അവൻ മാവുങ്കാൽ എന്ന സ്ഥലത്താണ് വെൽഡിങ് പണി എടുക്കുന്നത്. ആ പുരുഷു അവൻ്റെ സുഹൃത്തുക്കളെയും കൂട്ടി പോയിട്ട് വന്നു. അപ്പോൾ ഞാൻ MT സംസാരിക്കാതെ ഞാൻ ഈ കസേരയിൽ കുത്തിയിരുന്നിട്ട് ഞാൻ അനന്തതയുടെ ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ഈ MTയുടെ സുഹൃത്തുക്കൾ വന്നിട്ട് എന്നോട് ചിരിക്കുന്നുണ്ട്, ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാൻ MT ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ ഇറങ്ങുമ്പോൾ ചോദിച്ചു, എന്താ നിന്റെ അനിയൻ എന്തെങ്കിലും അസുഖമുണ്ടോ എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഓൺ പറയാ, ഓന് പൊട്ടനാണ്, മിണ്ടാൻ പറ്റില്ല, കേൾക്കാനും പറ്റില്ല. ആ പുരുഷനെ അനുഗ്രഹിക്കണമെന്ന് മീശമാടുന്ന സിനിമയുടെ പോലെ അതുപോലെ പുരുഷനാണ് പോയി. അതോടുകൂടി ആ ഒരു സാധനം പോയി. പിന്നെ ഇതേപോലെ MT പത്തായപ്പുരയിലാണ് ഇരുന്നാണ് കഥ എഴുതിയിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പത്തായപ്പുരയുണ്ട്, അത് നെല്ലിടുന്ന പത്തായപ്പുരയാണ്. അപ്പം അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എഴുതി കഴിഞ്ഞാൽ എലിയും മറ്റെല്ലാം വന്ന് കടിക്കുന്നുണ്ട്, എഴുതാൻ പറ്റില്ല. അങ്ങനെ ഞാനൊരു സ്വകാര്യമായ സ്ഥലം ഉണ്ടാക്കി എഴുതിയിട്ടാകുമ്പോൾ 2 തേങ്ങ വന്നിട്ട് അതിൻ്റെ തലയിൽ വേണ്ട സൈഡ് വന്നത് ഒരു തെങ്ങിൻ്റെ കീഴിൽ വീഴുന്നത്. അതോടുകൂടി അതും പോയി. പിന്നെ MT മുണ്ടെടുത്താണ് നടന്നിരുന്നത്.
അപ്പോൾ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇപ്പം എനിക്ക് 184 ആണ് എൻ്റെ നീളം. 8ാം ക്ലാസ്സിലാണ് ഞാൻ MT യുടെ ഈ കഥകളൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഞാൻ MT പോലെ ആവാൻ MT പോലെ മുൻകൊടുത്ത് നടത്താൻ ചിലപ്പോൾ MT ആവുകയായിരുന്നു. ഇതെല്ലാം എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയാണ്. അപ്പോൾ അച്ഛൻ്റെ പോളിസ്റ്റർ ഉണ്ടായിരുന്നു. പോളിസ്റ്റർ കൊണ്ട് നിങ്ങൾക്കറിയാം, ഭയങ്കര കിട്ടിയ കൊടുത്തപ്പോൾ വഴുതി വിട്ടു. അപ്പോൾ ഈ അന്ന് 150 140 നീളമുള്ള പയ്യനാണ്. അപ്പോൾ ഞാൻ ഈ അച്ഛനും കാണാതെ അച്ഛൻ്റെ പോളിസ്റ്റർ കൊണ്ടും കൊടുത്ത് MT പോലെ ഇപ്പുറത്തൊരു ബാഗുണ്ട്. ബാഗുകൊണ്ട് നേരെ ബേക്കാട്ട് എന്ന് പറയുന്ന സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഈ കയറ്റം കയറുമ്പോൾ തന്നെ എൻ്റെ പോളിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രൗസർ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു, എൻ്റെ അണ്ടർവെയറല്ല ട്രൗസർ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും നടപടിയാവുന്ന കേസില്ല. അങ്ങനെ MT യോടുള്ളൊരു ആരാധന ഇത് സാഹിത്യത്തിലേക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹിച്ചു. അതോടൊപ്പം MT ഓപ്പോൾ എന്ന് പറയുന്ന കഥ എഴുതിയിട്ട് വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ MT എഴുതുന്ന പോലെ ഓപ്പോൾ എന്നൊരു കഥ എഴുതി. ഒരു ഓപ്പോൾ, എനിക്ക് 2 ചേച്ചിമാരാണ്. അതിലെ ഒരു ഓപ്പോൾ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഭയങ്കര ദുരന്തമായിട്ട് വന്ന് തിരിച്ചു വന്ന് വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന കഥ. അപ്പോൾ ഞാനിത് എഴുതി കഴിഞ്ഞ സമയത്ത് നമ്മളൊക്കെ പൂരത്തിന് 2 കുട്ടിമാരും കല്യാണം കഴിഞ്ഞിട്ട് വരും. അപ്പോൾ 80 എന്നാണ് ഞങ്ങൾ വിളിക്കുക, ഓപ്പോൾ വിളിക്കില്ല, കാസർഗോഡ് 80 എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാനാലോചിച്ചു, ഞാനൊരു മണ്ടനാണ്. ഇതുവരെ ഉള്ള എൻ്റെ ചരിത്രം വെച്ചുകൊണ്ട് പരമമണ്ടനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉമ്മേട്ടി ഉഷേട്ടി എന്ന് വിളിക്കുന്നത് ഞാൻ എഴുതിയ കഥയിലെ നായികയുടെ പേര് ഓപ്പോൾ. സുമ ഓപ്പോൾ എപ്പോൾ വന്നു പോയി, ഇങ്ങനെയൊക്കെയാണ് മറ്റേ വർത്താനം. അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഇങ്ങനെ പോകുന്നത് സംബന്ധമായ വഴിയാണ്. MT എഴുതിയത് MTയുടെ കൂടല്ലൂരിൻ്റെ സ്പേസിൽ നിന്നാണ്. കൂടല്ലൂരിലെ ചേച്ചിമാരെ വിളിക്കുന്ന ഓപ്പോളാണ്, എൻ്റെ നാട്ടിലെ ചേച്ചിമാരെ വിളിക്കുന്നത് 80 ആണ്. അപ്പം ഞാൻ 80യെ കുറിച്ചാണ് കഥ എഴുതുന്നത്. 80 വന്നു. അപ്പം കൂടല്ലൂരിനെ കുറിച്ച് MT എഴുതുന്നു. കൂടല്ലൂരിലെ ജീവിച്ചവരും മരിച്ചവരുമായ മനുഷ്യർ, പ്രകൃതി, ജീവജാലങ്ങൾ ഒക്കെ MTയുടെ കൃതികളിൽ കടന്നു വരുന്നു. അത് അപ്പം എനിക്ക് ഒരു തിരിച്ചറിവുണ്ടാവുന്നു, എന്തുകൊണ്ട് എൻ്റെ നാട്ടിലെ മണിക്കയിലെ മരിച്ച മനുഷ്യരെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, പട്ടികളെ, പൂച്ചകളെ, പ്രകൃതിയൊക്കെ കഥയിലേക്ക് കൊണ്ടുവന്നുള്ള എന്നുള്ള തോന്നലിൽ നിന്നാണ് എൻ്റെ കഥയിലേക്ക് ഈ നാട്ടിൻ പുറത്തെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ കഥയുടെ ഒരു വഴിത്തിരിവുണ്ടാവുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ദേശം വിട്ട് ഞാൻ കളിച്ചിട്ടില്ല. അങ്ങനെയാണ് കഥയിലേക്ക് വരുന്നു വന്നത് എന്നുള്ളതിൻ്റെ തോന്നൽ. പറയാം, ചെറുകഥകളും നോവലുകളും മാത്രമല്ല, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിക്ഷനിൽ നിന്ന് വ്യത്യസ്തമായ അതിലൊരു വിഷ്വൽ ഇമാജിനേഷൻ കൂടി നമ്മളത് എഴുതുന്ന സമയത്ത് നമ്മളത് വിഷ്വലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇത് പ്രതിസന്ധിയാണോ അതോ അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി നമുക്കൊരു എക്സ്പാൻഷൻ തരുവാണ് നമുക്ക് എഴുതി? അല്ല, അത് ഞാൻ തിരക്കഥയുടെ മേഖലയിലേക്ക് വരുന്നത് വളരെ ആകർഷകമാണ്. എൻ്റെ ഞാൻ ഈ ഉത്തരം കുറച്ച് നീണ്ടു പോകുന്നുണ്ടോ? എനിക്കെന്തെങ്കിലും ബോറടിക്കുന്നതിന് പറയാം. നിങ്ങൾ കൈപിടിച്ചാൽ ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുക, എനിക്ക് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അധികം ആഡ് ചെയ്യണ്ട എന്നുള്ളൊരു വിചാരം ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ സിനിമയിലേക്ക് വന്ന വഴി ഈ കഥയും തിരക്കുന്നവരുടെ വ്യത്യാസം പറയാം. എൻ്റെ യാദൃശ്യമായി സിനിമയിലേക്ക് വന്നതാണ്. എൻ്റെ ഒരു കഥ ആദ്യമായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി, 18+. ആ കഥ എഴുതുന്നത് ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി കാസർഗോഡ് LP സെൻട്രൽ കോളേജിലാണ് രജിസ്റ്റർ കഴിഞ്ഞത്. ഈ കന്യക ടാക്കീസ് എന്ന് പറയുന്ന ഒരു ടാക്കീസ് ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ, ഇപ്പോഴുണ്ട്. അന്നത് അഡൽസ് ഓൺലി സിനിമകൾ കളിച്ചുകൊണ്ടിരുന്ന ടാക്കീസാണ്. നിങ്ങൾ അഡൽസ് ഓൺലി സിനിമകൾ കാണാറില്ലല്ലോ? ഉണ്ടോ? ഉണ്ട്, സന്തോഷം. അത് ഞാൻ കാണാറില്ലായിരുന്നു. അല്ലെങ്കിൽ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പിന്നെ ഈ സിനിമ കാണാൻ പോയി. നല്ല പടമായിരുന്നു. പടം കണ്ടു കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്ത്, ഈ പഴയ തിയേറ്ററുകൾ, ഇപ്പോഴത്തെ മൾട്ടിപ്ലക്സ് അല്ല, പഴയ തിയേറ്ററുകൾ, പഴയ തിയേറ്ററുകളും ക്രിസ്ത്യൻ പള്ളിയും ഒരേപോലെയാണ് രൂപപരമായിട്ട്, അല്ലേ? അതായത് പഴയ ക്രിസ്ത്യൻ പള്ളി പഴയ തിയേറ്ററും രൂപത്തിൽ ഉണ്ടാകും. അപ്പം എൻ്റെ മനസ്സിലൊരു തോട്ട് വന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സിനിമ കളിക്കുന്ന തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയായാലും സംഭവിക്കും എന്നുള്ള തോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ കഥയാണ് 18+. അപ്പം അങ്ങനെ ഇങ്ങനൊരു
അതിൽ സിനിമ കളിക്കുന്ന ഒരു തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയാണ്. അവിടേക്ക് ഫാദർ മൈക്കിൾ എന്ന അച്ഛൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് വരുന്നത്. പള്ളിയിലേക്ക് വന്ന സമയത്ത് ഇയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കഥയുടെ പ്രമേയം. അപ്പോൾ ഒരാൾ അവിടെ ഒരു പെൺകുട്ടി അവിടെ കുമ്പസരിക്കാൻ വരും. കുമ്പസരിക്കാൻ വന്നിട്ട് അച്ഛൻ ഞാൻ പാപം ചെയ്യും. അവൾ അവളുടെ പാപങ്ങളൊക്കെ കേട്ടപ്പോൾ ഈ പള്ളിയച്ഛൻ സ്വാഭാവികമായിട്ട് കുറേ ഉപദേശം പറയുന്നുണ്ട്. മോളെ നീ ശരിയില്ല, എനിക്ക് കർത്താവില്ല, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഇയാൾ പറയാൻ ആഗ്രഹിച്ച സമയത്ത് ഈ അനസ്വാമി സിനിമയിലെ ഡയലോഗ് ഇയാൾ കേൾക്കുകയാണ്. കിന്നാരത്തൊപ്പികൾ എന്ന് പറയുന്ന ഷക്കീലയുടെ ഒരു സിനിമയുണ്ട്. അതിലൊരു പ്രമാണമായ ഡയലോഗാണ്, തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല ഗോവിന്ദൻ. അപ്പോൾ ഇതിലും ഇത് കേൾക്കുകയും ഈ പള്ളിയച്ഛൻ ഇവരോട് പറയും, മോളെ തെറ്റ് ചെയ്യാത്തവരായ ആരുമില്ല ഗോവിന്ദൻ, ഇത് വലിയ പ്രശ്നം. അങ്ങനെ ഇയാള് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്ത് കാര്യം ചെയ്യുമ്പോൾ മോളിൽ ഈ മറ്റേ പഴയ സിനിമകളിൽ ശീൽക്കാരങ്ങൾ കിട്ടും. പിന്നെ അങ്ങനെ പല മൊത്തം പ്രശ്നമായിട്ട് ഇയാൾ ആ പള്ളിയിൽ നിന്ന് മൊത്തം പ്രശ്നമാവുകയും നാട്ടിൽ കുഴപ്പങ്ങൾ ചെയ്യുന്നതാണ് ആ കഥ. ആ കഥ ഇറങ്ങിയിട്ട് മാധ്യമവാഴ്ചപ്പെട്ട് വന്നു. കഥ ഇറങ്ങിയ ശേഷം വയനാട്ടിലെ ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, വയനാട്ടുകാരുണ്ട്, ഒരാൾ എന്നെ വിളിക്കുന്നു. അയാൾ എന്നോട് പറയുന്നു, ഷാജികുമാർ, കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഞാൻ ചിരിച്ചു. ഞാനത് പറയാനല്ല വിളിച്ചത്, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു പള്ളിയുണ്ട്, അടൽസോളി സിനിമയിൽ കളിച്ച ഒരു തിയേറ്റർ ക്രിസ്ത്യൻ പള്ളിയായ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് ഷക്കീല പള്ളി. അപ്പൊ അങ്ങനെ കഥ എങ്ങനെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു, അതാണ് കന്യക ടാക്കീസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ മാറുന്നത്. അതൊരു ഫെസ്റ്റിവലിലൊക്കെ പ്രദർശിപ്പിക്കപ്പെട്ട IFFI ഉദ്ഘാടന ചിത്രമായിരുന്നു. പിന്നെ ടേക്ക് ഓഫ് അങ്ങനെ. പക്ഷെ ഈ കഥ, തിരക്കഥയും കഥയും തമ്മിലൊരു പ്രധാനപ്പെട്ട ഒരു സാധനം വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, കഥയിൽ ഞാനാണ് രാജാവ്, ഞാനാണ് മന്ത്രി, ഞാനാണ് ബടൻ, ഞാനാണ് ശിക്ഷ അനുഭവിക്കുന്നത്, ഞാനാണ് ശിക്ഷിക്കുന്നത്. അല്ലെങ്കിൽ സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത് ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ, ഞാൻ തന്നെയാണ് മ്യൂസിക് ഡയറക്ടർ, ഞാൻ തന്നെയാണ് തിരക്കഥാകൃത്ത്, ഞാൻ തന്നെയാണ് ഡയറക്ടർ, ഞാൻ തന്നെയാണ് അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ. പക്ഷെ സിനിമ എന്ന് പറയുന്നത് ഞാനതിൻ്റെ തിരക്കഥാകൃത്തുന്നതിൽ ഞാൻ അതിൻ്റെ ഒരു തറ കെട്ടുന്ന പണി മാത്രമാണ് ഒരു തിരക്കഥാകൃത്ത് ചെയ്യുന്നത്. പിന്നെ അത് ബിൽഡപ്പ് ചെയ്ത് വരുന്നതാണ്. അതിൽ ക്യാമറമാൻ്റെ ഇടപെടൽ, നടൻ്റെ ഇടപെടൽ, പ്രൊഡ്യൂസറുടെ ഇടപെടൽ. അപ്പോൾ നമ്മളൊരു സിനിമയുടെ തിരക്കഥ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയാൽ അത് പൂർണ്ണമാവും എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഇപ്പോൾ കന്യക ടാക്കീസ് ആയിട്ട് ടേക്ക് ഓഫ് എന്നുള്ള സിനിമ, അത് 14ാമത്തെ ഡ്രാഫ്റ്റിലാണ് അത് പിന്നെ സിനിമയുടെ ഫോമിലേക്ക് വരുന്നത്, 14ാമത്തെ തിരുത്തിൽ. അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ടേക്ക് ഓഫ് കണ്ടിട്ടുണ്ട്. ടേക്ക് ഓഫിന്റെ ക്ലൈമാക്സ് എനിക്ക് ഓർമ്മയില്ലേ, അങ്ങനെ ആയിരുന്നില്ല അതിന്റെ ക്ലൈമാക്സ്. അതാണ് എങ്ങനെയാണ് ഇത് തിരക്ക്. ഞാനിപ്പോൾ ഭരണവംശം നോവലിന്റെ ക്ലൈമാക്സ് ഞാനാണ് തീരുമാനിക്കുന്നത്, ആ പുസ്തകമായിട്ട് വരുന്നു. ടേക്ക് ഓഫിന്റെ ക്ലൈമാക്സ് ശരിക്കും ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ, IS-ന്റെ പിടിയിൽപ്പെട്ട കുഞ്ചാക്കോബൻ, അപ്പം തന്നെ IS-ന്റെ പിടിയിൽപ്പെട്ടതോടുകൂടി കുഞ്ചാക്കോബനെ 4-5 ആൾക്കാരെ ഒരു 5-6 കുഴി ഒഴിച്ചിട്ട് ഈ IS ഭീകരർ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന അംബാസിഡർ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാർവതി ഫഹദ് ഫാസിനെ വിളിക്കുമ്പോൾ പിന്നെ ഫഹദ് ഫാസിൽ പറയില്ല, എന്നുവെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആത്മവിശ്വാസം ചോടും, ഇത് മിഷൻ ഇൻകംപ്ലീറ്റ് ആവും, പരാജയപ്പെടും. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഇവരെ ഈ ബസ്സിൽ കയറുന്നതിന് മുമ്പ് അവിടുന്ന് ഈ IS പ്രതിനിധി ഇവരെ വിടുന്ന സമയത്ത് പാർവതിയോട് പിന്നെ പാർവതി വീണ്ടും ചോദിക്കും, എൻ്റെ ചാക്കോച്ചനോട് ചോദിക്കുന്ന സമയത്ത് ഐ എം സോറി പാർവതി, സമീറ ഐ എം സോറി, കുറ്റബോധത്തോടുകൂടി പോകുന്നതാണ്. നമ്മൾ ആളെ തകർന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫാദറെ നോക്കും. ഫാദർ ഇങ്ങനെ ഒരു ആംബുലൻസ് ആണ് അങ്ങോട്ട് കൈ ചോദിക്കും. അപ്പോൾ ഇവളെല്ലാം ബാഗ് എടുത്തിട്ട് ഓടി ഈ ആംബുലൻസിനുള്ളിൽ കയറി ഫ്രീസറിനുള്ളിൽ മരിച്ചു കിടക്കുന്ന ചാക്കോച്ചിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് കരയുന്നിടത്താണ് ആ സിനിമ അവസാനിക്കുന്നത്. അപ്പം ഇത് നമ്മളെ പ്രൊഡ്യൂസർ വായിച്ചിട്ട് വന്നു ക്ലൈമാക്സ് മാറ്റാണ് നടക്കും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് പറ്റൂല, അത് അങ്ങനെയാണ് ക്ലൈമാക്സ്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ക്ലൈമാക്സ് മാറ്റി. അയാൾ 8 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വഴി? ഇത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ IS-ന്റെ പിടിയിൽപ്പെടുന്ന നമ്മളെ ചാക്കോച്ച. അപ്പോൾ ഞങ്ങൾ വരാനായി സാർ, എൻ്റെ ഷഹീദ് അവിടെ ചാക്കോച്ചൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ 10 വർഷം സോറി പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല.
അപ്പോൾ ഇവളിങ്ങനെ അലറിക്കരയും സിനിമയിൽ കാണാൻ കരച്ചിലോട് കരച്ചിലാണ്. കരച്ചിലോട് കരച്ചിൽ കിട്ടുമ്പോൾ IS-ന്റെ തലവണി കരച്ചിൽ കണ്ടിട്ട് മനസ്സിലായി എന്താ പറ്റി ഒന്ന് ചാക്ക് വെച്ചിട്ട് എന്നാ പറഞ്ഞിട്ട് നേരെ നോക്കുമ്പോൾ 6 ആൾക്കാർ കുഴിയിൽ ചുറ്റും ഒരാളെ ടപ്പട്ടപ്പത്തിന് വെടിവെച്ച് ഇടുകയാണ്. ചാക്കോച്ചൻ്റെ നേരെ തോക്കുരുമ്പോൾ അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളെ രക്ഷപ്പെടുത്തി എടുക്കുന്നു. നേരെ ഇയാളെ കൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന പാർവതി അത്ഭുത പരതന്ത്രതയോടെ ഈ പാർവതിയെയും ചാക്കോച്ചനെയും നോക്കുന്ന ഭാരതവാസി എല്ലാവരും കൈയടിക്കുന്നു. ദേശീയഗാന ബാക്ക്ഗ്രൗണ്ടിൽ മുഴങ്ങുന്നു. അപ്പൊ നമുക്ക് ദേശീയത എന്ന് പറയുന്ന വികാരം കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ പടം വിജയിക്കുന്നു. അപ്പൊ നമ്മളത് എഴുതി കഴിഞ്ഞ സമയത്ത് ഇതൊരിക്കലും നടക്കാത്ത സംഭവമാണ്. പക്ഷെ അത് എഴുതി കഴിഞ്ഞ ആളുകൾ കഴിച്ച മനസ്സിലായി ആളുകൾക്ക് ഈ പ്രൊമോ അധികം സഹിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം പ്രൊഡ്യൂസർ അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയാണ് ക്ലൈമാക്സ് തിരുത്തപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ കഥ എന്ന് പറയുന്നത് അതിന്റെ കംപ്ലീറ്റ് ഉടമസ്ഥാവകാശം, അതിന്റെ നിയന്ത്രണാവകാശം റൈറ്റർക്കാണ്. തിരക്കഥ നമ്മളെ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ സംഭാഷണത്തിലേക്ക് ഒരു ലൈബ്രറി കുറെ എഴുത്തുകാരൻ വന്നതുകൊണ്ട് ചോദിച്ചാൽ MTയുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞു. അതുപോലെ താങ്കളുടെ ഇതിൻ്റെ മുന്നേ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്, പെട്രോ പരാമനെ പറ്റി സംസാരിക്കുന്നു. അതുപോലെ MT പോലെ തന്നെ താങ്കളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വായനക്കാരനുള്ള യൂണിവേഴ്സിറ്റി എവിടെ ചോദിക്കുകയാണ് മറ്റു എഴുത്തുകാരെ പറ്റി? അങ്ങനെ കുറേ എഴുത്തുകാരുണ്ട്. ഇൻഫ്ലുവൻസ് വെച്ചാൽ എനിക്ക് ഇപ്പോൾ പെട്രോ പരാമോ എനിക്ക് ഭയങ്കര നോവൽ എന്നെ ഭയങ്കരമായിട്ട് വേറെ ഏതോ ലോകത്തേക്ക് എത്തിച്ച നോവലാണ്. അതേപോലെ നോവൽ എഴുതുന്നതിന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരിക്കലും പറ്റില്ല, അത് വാലിന് കെട്ടാൻ നമ്മളില്ല എന്നുള്ള ബുദ്ധിയുണ്ട്. കൊമാല. അതേപോലെ യോസയുടെ വലിയ വർഗീസ് യോസയുടെ പിന്നെ ആടിൻ്റെ വിരുന്ന് അതിഗംഭീരമായ നോവലാണ്. ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസിനെക്കാളും മികച്ച നോവലിസ്റ്റായിട്ടാണ്, ലാറ്റിൻ അമേരിക്കൻ നോവലിസ്റ്റായിട്ടാണ് യോസയെ കാണുന്നത്. ഓഫ് കോഴ്സ് ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസ് ഏകാന്തയുടെ 100 വർഷങ്ങൾ, പിന്നെ പ്രവചിക്കപ്പെട്ട മരണത്തിൻ്റെ പുരാവൃത്തം, പിന്നെ കോളറ കാലത്തെ പ്രണയം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാർക്കേസ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരൻ ദസ്തോവസ്കിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് കുറ്റവും ശിക്ഷയും. കരമസൂർ ബ്രദേഴ്സ് എന്ന കൃതി നിങ്ങളൊരു കൃതി വായിച്ചില്ലെങ്കിലും കരമസൂർ ബ്രദേഴ്സ് എന്ന കൃതി നമ്മൾ വായിക്കുക. കാരണം ആ കൃതി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുമ്പോൾ, നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ, നിങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ, നിങ്ങൾ ഏകാന്തതയുടെയും നിരാശയുടെയും ഇരുണ്ട ഗുഹകളിൽ നിശബ്ദരാകുമ്പോൾ ഒക്കെ ഒരു സ്നേഹസാന്ത്വനമായിട്ട് നിങ്ങളെ തേടി വരുന്ന അപൂർവ പുസ്തകങ്ങളൊന്നാണ് കരമസൂർ ബ്രദേഴ്സ്. ദസ്തോവസ്കി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം എന്ന് പറയുന്നത് അത് ഈ നാടി പിടിച്ച് മരണം പ്രവചിക്കുന്ന ഒരു വൈദ്യന്റെ കഥ പറയുന്ന, ജീവൻ നഷ്ടമാകുന്ന വൈദ്യന്റെ കഥ പറയുന്ന പുസ്തകമാണ്. എഴുത്തുകാരൻ ചെയ്യുന്നത് അത് തന്നെയാണ്. കാലത്തിന്റെ നാടി പിടിച്ച് രോഗം പ്രവചിക്കുന്ന ഒരു വൈദ്യനാണ് എഴുത്തുകാരൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ VS ഖാണ്ടേക്കറുടെ യാതി ഭയങ്കരമായ പുസ്തകമാണ്. മലയാളത്തിലാണെങ്കിൽ ഇഷ്ടം പറയുന്നത് ഉറൂബന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന, ഭയങ്കരമായിട്ട് വെളിച്ചം തരുന്ന ഒരു റൈറ്ററാണ് ഉറൂബ്. ഉറൂബിന്റെ തിരക്കഥകൾ അതേപോലെ തന്നെയാണ്. നീലക്കുയില്, പിന്നെ രാജ്യം. അപ്പോൾ ഉറൂബ് എനിക്ക് ഉറൂബിനെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ജീവിതം ഒരു നിറനിലാവ് പോലെ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ട്. അതേപോലെ ബഷീർ എല്ലാ വ്യവസ്ഥകളെയും കണ്ടെത്തുണ്ടമാക്കിയ ഒരാളെന്ന നിലയിലാണ് ഈ ലോകത്തെ യുദ്ധം അവസാനിക്കണമെങ്കിൽ എല്ലാവർക്കും വരട്ട് ചോറ് വരണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ബഷീർ. ആ സ്ത്രീപുരുഷ ഭേദമന്യേ വരട്ട് ചോറ് വരണം എന്ന് പറഞ്ഞ മനുഷ്യനാണ് ബഷീർ. ഭയങ്കര പൊളിറ്റിക്കലായിട്ട് പുള്ളിയുടെ ഒരു കൃതി കാലിക്കറ്റ് സർവകലാശാല പാഠപുസ്തകമാക്കാൻ വലിയ പ്രശ്നമായി. ഭഗവത്ഗീതയും കുറെ മുലകളും എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അവിടുത്തെ നമ്മളെ പിന്നെ മുസ്ലിം ലീഗുകാർ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ബഷീർ പറഞ്ഞു മുസ്ലിം ലീഗുകാർ പ്രശ്നമാക്കി, കാരണം മുസ്ലിം ലീഗുകാർക്കൊന്നും മനസ്സിലായില്ല. കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗുകാരുടെ പുസ്തകം വായിച്ചിട്ടില്ല. കോൺഗ്രസ്സുകാർ പ്രശ്നമാക്കി, കാരണം കോൺഗ്രസ്സുകാർക്ക് പുസ്തകം വായിച്ചിട്ട് മനസ്സിലായില്ല. കമ്മ്യൂണിസ്റ്റുകാർ പ്രശ്നമാക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് പുസ്തകം വായിച്ച് മനസ്സിലായി എന്ന് ബഷീർ പറയുന്നത്. പിന്നെ ബഷീർ ചെയ്തതെന്താണ് വെച്ചാൽ അവസാനം കാലിക്കറ്റ് സർവകലാശാല ആ പുസ്തകത്തിലെ മുലകൾ എന്ന വാക്ക് വെട്ടി മാറ്റി.
ഒരു ബഷീർ എന്ത് ചെയ്തു വെച്ചാൽ ബഷീർ എന്ത് ഇവിടെ എറണാകുളത്ത് ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു, ബഷീർ ബുക്ക് സ്റ്റാൾ. 2 ഭഗവത്ഗീതയിൽ കുറെ മുലകളും എന്ന പുസ്തകം 2 പതിപ്പിറക്കി. മുലകളുള്ളതിന് 10 രൂപ, മുലയില്ലാത്തതിന് 2 രൂപ. 2 പ്രൈസിൽ പുള്ളി വിറ്റു. അങ്ങനെ നിലനിൽക്കുന്ന എല്ലാ സദാചാര വ്യവസ്ഥകളെയും അതിലംഘിക്കാനുള്ള കഴിവുള്ള വലിയ എഴുത്തുകാരാണ് ബഷീർ. ബഷീർ എന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. അദ്ദേഹം ഉപയോഗിച്ച് ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവല് ഞാൻ കഞ്ചാവ് വലിക്കാറില്ല, മദ്യപിക്കാറില്ല. പക്ഷെ ഖസാക്കിന്റെ ഇതിഹാസം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ട്രിപ്പ് പോയ പോലെ നമ്മളിങ്ങനെ ഈ വേറെ ഏതോ ഒരു അവസ്ഥയിൽ, ഇപ്പോഴും നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, വേറെ ഏതോ ഒരു അവസ്ഥയിലായിരിക്കും. ഒരു വിഷാദത്തിന്റെ ഒരു ഇങ്ങനെ ഒരു കാണാത്ത മഞ്ഞിനും പാടുകൾ നടക്കുന്ന ഒരു സ്പേസിലൂടെ നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് ഖസാക്കിന്റെ ഇതിഹാസം. അത് ഭാഷയുടെ മാന്ത്രികതയാണ്. അതേപോലെ അങ്ങനെ കുറെ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ പട്ടത്ത് വിളക്കുണ്ടായിരുന്നു, ടി ആർ ഇവിടെ പഠിപ്പിച്ചവരുടെ എറണാകുളം സ്കൂളിലാണ്. പിന്നെ സക്കറിയ, പുതിയ എഴുത്തുകാർ. അങ്ങനെ എനിക്കെല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ നമ്മളിങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന, ആവർത്തിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ചില എഴുത്തുകാരാണ്. മലയാളത്തിൽ ഇപ്പോൾ എഴുത്തുകാരെ സ്ക്രിപ്റ്റേഴ്സ് ആവുന്നത് കാണുന്നത് ഇതുപോലെ താങ്കൾ തന്നെ ചെറുതായി സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത് ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ്? അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ കാലത്തും പിന്നെ ഈ സിനിമയിൽ സാഹിത്യം അതിലുണ്ട്. അത് ആദ്യത്തെ സിനിമ ഏതാണ്? ബാലനാണ് അല്ലേ? ബാലന്റെ കഥയ്ക്ക് അടിസ്ഥാനം ഒരു ചെറുകഥയായിരുന്നു. മിസ്സിസ് കുമാരിയുടെ തിരുവോണം എന്ന ഒരു കഥയാണ് ബാലൻ എന്ന സിനിമയ്ക്ക്. അന്ന് തൊട്ടിരുന്ന വരെ നല്ല കുറേ കൃതികൾ സാഹിത്യകാരന്മാരും സാഹിത്യങ്ങളും സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ നീലക്കുയില്, ചെമ്മീൻ, പിന്നെ പാറപ്പുറത്തിന്റെ പണിതില്ലാത്ത വീട്, യക്ഷിയുടെ ഗംഭീര സിനിമയല്ലേ പഴയ യക്ഷി. നീലവെളിച്ചല്ല, മറ്റേ ആഷിക്കമൂല് നിലവിളിച്ചാണ് പഴയ യക്ഷി. അപ്പൊ അങ്ങനെ എല്ലാ കാലത്തും സാഹിത്യകാരന്മാർ സിനിമയിൽ ഇടപെട്ടിട്ടുണ്ട്. അത് സിനിമയെ കുറച്ചും കൂടെ സാംസ്കാരികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പം ഒത്തിരി എഴുത്തുകാർ, ഇപ്പോൾ ഉണ്ണിയാറ് സന്തോഷ് ചിക്കാരൻ, അബിൻ ജോസഫ്, പിന്നെ ഇന്ദു ചെയ്യാനെന്തോട്, അങ്ങനെ അത് അത്തരത്തിലൊരു ലിറ്ററേച്ചറിന്റെ ഒരു വരവ്. ഇപ്പൊ പത്മരാജൻ. പക്ഷെ പത്മരാജനെ പറയുന്നു തിരക്കഥയിൽ മാന്ത്രികത ഞാൻ എഴുത്തുകാരൻ ഉണ്ടാക്കിയിട്ടുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പത്മരാജൻ ഒരു ജീനിയസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കഥകൾ ഗംഭീരമാണ്, നോവലുകൾ ഗംഭീരമാണ്, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകൾ ഗംഭീരമാണ്. പക്ഷെ സാഹിത്യകാരന്മാർ തിരക്കഥ എഴുതുമ്പോൾ അതിൽ എത്രമാത്രം വിജയിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത് നമ്മളിപ്പോൾ അത് തിരക്കഥ എന്ന് പറയുന്നത് ഒരു വേറൊരു പരിപാടിയാണ്. അത് നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്, തിരക്കഥ റിയാലിറ്റിയാണ്. അത് ഒരു വലിയ മോപ്പിന്റെ മുമ്പിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ എനിക്ക് ഭയങ്കര അസൂയാണ്. ഇപ്പോൾ തെങ്കാശി പടം എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ എനിക്ക് ഒത്തിരി എഴുതാൻ പറ്റില്ല. പിന്നെ അതേപോലെ ആവേശം, നമ്മൾ പാദവാസന വെച്ച് രംഗം ആവേശത്തെ എഴുതാൻ ഭയങ്കര പാടാണ്. നമ്മൾ എത്ര രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് എഴുതാൻ പറ്റില്ല. അത് വേറെ പരിപാടിയാണ്. എഴുത്തുകാർ സാഹിത്യത്തിലേക്ക് വരുന്നത് നല്ലതാണ്. പക്ഷെ എഴുത്തുകാർക്ക് തിരക്കഥയിൽ വിജയിച്ച, നിരന്തരമായി വിജയിച്ച അത്ര എഴുത്തുകാരുടെ എന്ന കാര്യത്തിൽ സ്വയം വിമർശനം. ഞാനൊരു പരാജയപ്പെട്ട തിരക്കഥയാണ്. സ്വയം വിമർശനാത്മകമായി പറയുകയാണ്. അത് പത്മരാജൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജീനിയസ് തിരക്കഥയിലും കഥയിലും നോവലും ഉണ്ടാക്കിയിട്ടില്ല, വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ട എൻ്റെ വർഷാനുഭവത്തിൽ മനസ്സിലായി. കാസർഗോഡിനെ പറ്റി പറഞ്ഞു. താങ്കളുടെ കഥകളിലായാലും പുത്തൻമണത്തിലാണെങ്കിലും മമ്മൂട്ടി അതിൻ്റെ ഡയലോഗുകൾ അങ്ങനെയാണ്. അപ്പോൾ പുത്തൻമണത്തിൻ്റെ സ്റ്റോറി വരുന്നത് കാണുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ആ ഒരു ലാംഗ്വേജ് കൊണ്ടുവരുന്നത് അതെങ്ങനെയാണ്? മറ്റുള്ളവരുടെ കഥയിലേക്ക് കാസർഗോഡിൻ്റെ ലാംഗ്വേജ് കൊണ്ടുവരുന്നത് അത് സംഭവിച്ചു വെച്ചാൽ രഞ്ജിയുടെ നമുക്ക് ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ആക്ടിവേല. അപ്പോൾ അതിൽ ഞാനുണ്ട്, മമ്മൂക്കിയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ പിന്നെ അപ്പൊളിറ്റിക്കൽ ഇന്റലക്ച്വൽസ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഒരു ദിവസം ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിജീവിതം ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്നത് നമ്മൾ എസ് എഫ് ഐക്കാർ എപ്പോഴും നമ്മളൊക്കെ പണ്ട് ഞാൻ എസ് എഫ് ഐയിലായിരുന്നു. ഇപ്പോൾ എസ് എഫ് ഐ ഉണ്ടാകും വയസ്സായി. അന്ന് ഞാൻ ഈ പ്രസംഗിക്കാൻ പോകുമ്പോൾ
നിങ്ങൾക്കറിയുമോ ഒരു ദിവസം ഇവിടുത്തെ രാഷ്ട്രീയ ബുദ്ധിജീവികൾ ചോദിച്ചു, അപ്പൊ ഈ പിള്ളറിലേക്ക് അതിന്റെ ഭ്രാന്താണോ? അതിങ്ങനെ കേരളക്കുള്ള അവർക്ക് എന്ത് ബുദ്ധിജീവി എന്നറിയാത്ത കുട്ടികളാണ്. അപ്പൊ അവരൊക്കെ പാടി നടന്നൊരു കവിതയായിരുന്നു. അപ്പൊ ആ കവിതയുടെ കാസർഗോഡ് വേർഷൻ നമ്മളെ കാസർഗോഡത്തെ ഭാഷയിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെറുതെ ഒരു തമാശ ഞാൻ ഈ ഗ്രൂപ്പിലിട്ടു. ഞാറ്റുവേല സംഗമം നടക്കുന്നു വളരെ ഒരു സ്ഥലത്ത് ചെറുതുരുത്തി മമ്മൂക്കോട് ഞാൻ അപ്പുറത്തിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്ക എന്നെ വിളിക്കുന്നു, നീ ഇങ്ങോട്ട് വന്നിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് മമ്മൂക്ക ഈ കവിത പാടി. കിട്ടുന്നൊന്നുമില്ല, നമ്മളെ നാട്ടിൽ നടന്നാൽ അതേ ഭാരം നമുക്ക് കിട്ടൂല. തൊട്ടടക്കം കുടിക്കുമ്പോഴെന്ന് പറഞ്ഞു കൊക്കോന്ന് പറഞ്ഞ വിഷയം പുള്ളി അത് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ഡിസംബർ ഒരു ഒക്ടോബർ മാസം നെഞ്ചിയുടെ തന്നെ വിളിക്കുന്നു, സംഭാഷണം വരുന്നു കാസർഗോഡ്. അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ 3 മാസം ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ആ 3 മാസം നെഞ്ചിയുടെ രാവിലെ ഇന്ന് എടുക്കുന്ന സീൻ പറയും, ഇതാണ് സീൻ എന്ന് നമുക്ക് പിന്നെ സായികുമാറിനെ കാണും. സായികുമാറിനെ പോയിട്ട് ഇതാണ് ഇയാളെന്നെ പറ്റിച്ചത്. അത് വെച്ച് ഞാൻ തിരക്കഥയും സംഭാഷണവും ഞാനാണ്. അപ്പോൾ എന്താ വെച്ചാൽ രഞ്ജേട്ടൻ പറയുന്ന ആ സീൻ എൻ്റെ മനസ്സിൽ വരും. ആ സീൻ എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ എഴുതുന്നു, അതിലേക്ക് സംഭാഷണം ഞാൻ മിക്സ് ചെയ്യുന്നു. അത് രഞ്ജേട്ടനെ വായിച്ചെടുക്കുന്നു. പുള്ളി ചിലപ്പോൾ കർഷകൻ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഓക്കെ പറയുന്നു, അത് അവിടെ കൊടുക്കും. അങ്ങനെയാണ് പ്രോസസ്സ് സംഭവിച്ചത്. അത് കുഴപ്പമില്ല. അതിപ്പോൾ ഉണ്ണിയാർ ബിഗ് പീക്കൊക്കെ സംഭാഷണം എഴുതിയല്ലോ. നമുക്കിപ്പോൾ ഒരു തിരക്കഥാകൃത്ത് അല്ലെങ്കിൽ സംഭാഷണം ചെയ്താൽ മനസ്സിലാക്കേണ്ട പ്രധാന ഡയഗ്നോസിൽ നമ്മൾ ഒരു സീൻ വരുമ്പോൾ ആ സീനിന് നമ്മൾ വിഷ്വലി നമ്മൾ മനസ്സിലാക്കാതെ വിഷ്വലി എടുക്കുമ്പോൾ ഈ സംഭാഷണത്തിൻ്റെ ഇമോഷണൽ ഈ സംഭാഷണം ഏത് രീതിയിലാണ് അത് ഒരാളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സംഭാഷണം ആവശ്യമുള്ള മാത്രം ഉപയോഗിക്കുന്ന പരിപാടിയാണ് സിനിമയിൽ. വിഷ്വലാണ് സിനിമ. പരമാവധി സംഭാഷണം ക്രിസ്പാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം വിഷ്വലി നമ്മൾ കാണുന്നു, ഒരു 2-3 ഡയലോഗ് പറയുന്നു, ആ സീൻ ചെയ്യും. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ നമുക്ക് ഒരു സീനിൽ വരുമ്പോൾ നമുക്ക് എന്ത് പറയണം, അത് മാക്സിമം ക്രിസ്പാക്കി പറയാനാണ് ഞാൻ ശ്രമിച്ചത്. അത് അതിൻ്റെ ഇമോഷൻ കിട്ടുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് സംഭാഷണം കുറച്ചുകൂടെ ഈസി ഗോയിങ് പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വീണ്ടും കാസർഗോഡ്, അതായത് നമ്മുടെ കഥകൾ, ഷോർട്ട് സ്റ്റോറീസ്, ഇതൊക്കെ കാസർഗോഡിനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇത് നാച്ചുറലായിട്ട് നടന്നൊരു പ്രോസസ്സാണ്. അത് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെയല്ല, നാച്ചുറലാണ്. ബിക്കോസ് എനിക്ക് വലിയ വിവരമില്ല. അതാണ് എൻ്റെ സത്യസന്ധമായ കാര്യം. എഴുത്തുകാരൻ അധികം വിവരം വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നേ വിവരം ഉണ്ടാകുന്ന എഴുത്തുകാരൻ എഴുത്തിന് സംശയം. എനിക്കങ്ങനെ എഴുതുന്ന സംശയം, കാരണം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ എഴുതാറ്. എന്നോടിപ്പോൾ ടി.ഡി. രാമകൃഷ്ണൻ സുഗന്ധി എന്ന അണ്ണാൻ ദേവനായി എഴുതി, എൻ്റെ ഫ്രാൻസിസ് സിറ്റിക്കോൻ എഴുതി. ഇതൊന്നും എനിക്ക് എഴുതാൻ പറ്റില്ല, കാരണം എനിക്ക് എൻ്റെ ഏരിയ ഇല്ല. ഇപ്പൊ പിന്നെയാണ് മുല്ലപ്പൂ നിറമുള്ള പകല്, മറ്റേ മുല്ലപ്പൂ വിപ്ലവം, എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. കാരണം എനിക്കറിയുന്ന കാര്യം ഞാൻ എഴുതി. അത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതോടൊപ്പം അത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു ആവേശമുണ്ട്, ഒരു നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാസർഗോഡ്, കാരണം കുറേ കഥയുണ്ടാണ്. ഇപ്പം ഇന്നലെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഒരു കോമഡി പറഞ്ഞത്, അതിനൊരു കഥയുണ്ടായിരുന്നു. അവിടെ എപ്പോഴും കോമഡി നടക്കുന്ന പരിപാടി എന്തെങ്കിലും നടക്കും. ഇയാണ് നമ്മൾ ഒരു വള ഒരാൾ പണയം കൊടുത്തു, ഇപ്പം വീട്ടിൽ വള പണയം നിങ്ങളുടെ വീട്ടിൽ കൊടുക്കാറുണ്ട്. പണയം കൊടുത്ത പറയുന്നത് എൻ്റെ അമ്മയാണ്. അച്ഛൻ മരിച്ചു, അച്ഛൻ കൊടുത്ത വളയാണ്. അപ്പുറത്തെ വീട്ടിലെ സ്ത്രീക്ക് പണയം വെക്കാൻ കൊടുത്തു. പണയം വെക്കാൻ കൊടുത്തിട്ട് 1 മാസത്തിനുള്ളിൽ തിരിച്ച് തരണം, അടുത്ത ആഴ്ച കല്യാണമുണ്ട്, മംഗലമുണ്ട്, മംഗലം പറയാം. ഇവ പങ്കെട്ടി തരും, 1 മാസത്തിൽ തരുന്നു. 1 മാസമായി കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് അപ്പം ചോദിച്ചു, ഈ പെണ്ണുങ്ങൾ വളരെ ചീത്ത വളയല്ലേ വേറെ ഒന്നുമല്ലോ എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ പണയം വെക്കാൻ കൊടുത്ത വള തിരിച്ചു വെച്ചത് അമ്മേനാണ് ഈ സ്ത്രീ കുറേ ചീത്ത. അപ്പൊ അമ്മ ഏട്ടനോട് പറയുന്നത്, ഞാൻ എൻ്റെ വള കൊടുത്തത്, ഞാൻ അവളുടെ അടുത്തുനിന്ന് വള വാങ്ങിയതല്ലോ, നിനക്കത് വേണം എന്ന് ഏട്ടൻ. അവസാനം കലമ്പായി, ഇതായി, പ്രശ്നമായി. അവസാനം വള കിട്ടി. ഇപ്പൊ അമ്മയും സ്ത്രീ തമ്മിൽ ഭയങ്കര ശബ്ദം കളിച്ചപ്പോൾ ഉണ്ടായി. ഇതിന് കഥയൊക്കെയുള്ളൊരു വിഷയമുണ്ട്. ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇല്ലാന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കഥ നാട്ടുന്ന
നിന്ന് ഇങ്ങനെ പല രീതിയിൽ വരും. ഇപ്പോൾ ആ തെയ്യത്തിന് നേരത്തെ വൈകിട്ട് ഫ്രാക്ഷൻ ഉണ്ട് വരണം എന്ന് തെയ്യംകാരൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്ന ഒരു കഥയാണ്. ഇപ്പോൾ നമ്മളെ നാട്ടില് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഒരു മണ്ടൻ ഡോക്ടറായിരുന്നു. രാജാവിന്റെ പേരിലാണ് രാജകുടുംബത്തിൽപ്പെട്ട ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് നമ്മുടെ നാട്ടിലൊരാള് പിന്നെ ഇതിന് പോയി ചികിത്സിക്കാൻ, അതിന് ഭയങ്കരമായ ഇടവേദന. അപ്പൊ ഈ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അയാൾ ക്രിക്കറ്റ് ആണ്. അപ്പോൾ ടി വിയിൽ ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിനോദ് കാംബ്ലി എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ കളിച്ചത്. അപ്പൊ കാംബ്ലി വെയിറ്റ് ചെയ്യും. കാംബ്ലി 6 അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാൾ ആവേശത്തോടെ ഇയാളെ ടെലസ്കോപ്പോട് നിൽക്കുന്നു. അപ്പൊ നമ്മളെ ഈ നാട്ടിൽ നിന്ന് പോയൊക്കെ ഈ ഇതച്ഛൻ ആശങ്കയോടെ ഡോക്ടറൊക്കെ ഞാൻ വിളിച്ചേക്കും. അപ്പോൾ ആ സമയത്ത് കാംബ്ലി ലോങ് ഡ്രൈവ് ഒക്കെ അടിച്ചു. അപ്പൊ ആരും ക്യാച്ചെടുത്ത സമയത്ത് ഇയാളിങ്ങനെ ദീർഘനിശ്വാസത്തോടെ ഡോക്ടർ പറയും കാംബ്ലി പോയി. അപ്പോൾ ഈ രോഗി പേടിച്ച് അരണ്ട ശബ്ദത്തിൽ പറയും ഡോക്ടറെ അതും പോയോ ഡോക്ടറെ. അപ്പം പുള്ളി വിചാരിച്ച് കാംബ്ലി എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ഏതോ അവയവമാണ്, അതാണ് പോയെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥകളാണ്. ഇതേപോലെ ഡോക്ടർ പിന്നെ ഒരു രോഗി ഈ ഡോക്ടർക്ക് പിന്നെ പരിശോധനയ്ക്ക് വന്നു. അപ്പൊ ഈ ആക്സിഡന്റിൽ വീണിട്ട് ഇത് കൈക്ക് പരിക്കേറ്റ വന്നത്. ഡോക്ടർ എന്തെല്ലോ ടെൻഷനിൽ നോക്കി പൾസ് നോക്കിയിട്ട് സോറി ഒരു അരമണിക്കൂർ മുമ്പേ നല്ലായിരുന്നു, പൾസ് കിട്ടുന്നില്ല, മരിച്ചു ചെയ്തത്. അപ്പൊ രോഗി വന്ന് ഡോക്ടറെ അത് വെപ്പ് കഴിയാണ്, ഇപ്പുറത്തെ കഴിയാണ് പൊളിച്ചത്. അങ്ങനെയുള്ള ഡോക്ടർമാരും അങ്ങനെയുള്ള മനുഷ്യരുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കഥകൾ എഴുതാൻ നമുക്ക് പാടില്ല. വ്യക്തമായ രാഷ്ട്രീയമുള്ള ഒരാളാണ്. അപ്പൊ ഈ രാഷ്ട്രീയം എഴുത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി എഴുതാറുണ്ട്. കാരണം ഇപ്പം നമ്മൾ പാരജിത്തും വെട്ടിമാരും ഇവരുടെ സിനിമകൾ കാണുമ്പോൾ അവരുടെ സിനിമകൾ എടുക്കുമ്പോൾ പലപ്പോഴും എൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടി വരുന്നത് അതൊരു സ്വാഭാവികമായി വരുന്നതാണ്. അതെ, അതൊരു നല്ല ചോദ്യമാണ്. ഞാൻ ചെറുപ്പകാലത്ത് ഇങ്ങനെ രാഷ്ട്രീയ കഥകളിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടത് വേണ്ടാത്തൊരു സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ഇട്ട് ഭ്രാന്തായി സോഷ്യൽ മീഡിയയിലൊക്കെ എപ്പോഴും മറ്റേ മരിച്ചുപോയ പൂർവ്വപിതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യന്മാർ ഈ ശബരിമല സ്ത്രീകളെ കയറ്റിക്കൂടാന്ന് ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നു. ശബരിമല സ്ത്രീകളെ കയറ്റിക്കൂടാന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ ഒരു കഥ എഴുതിയിട്ടു. എൻ്റെ വല്യമ്മയുടെ കാലത്താണ് ഞാൻ അത് വെച്ചാൽ നാട്ടിലൊരു തെയ്യം നടക്കുകയാണ്. തെയ്യം ഡിസംബർ മാസം, പിന്നെ അവിടെ തെയ്യം ഉണ്ടായി. ഡിസംബർ മാസത്തെ ഭയങ്കര തണുപ്പായിരിക്കും. എപ്പോൾ ഡിസംബറിൽ തണുപ്പില്ല, പണ്ട് ഭയങ്കര തണുപ്പാണ്, വല്യമ്മയുടെ കാലത്താണ്. അപ്പൊ ആ തെയ്യത്തിന് ഈ ഉറയണം, നമ്മളിങ്ങനെ ചെണ്ട കണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ തെയ്യം ഇങ്ങനെ പറയും, ഈ കാന്താരെല്ലാം കാണില്ല ഇങ്ങനെ ഉറയണം. ഉറയുമ്പോൾ ഇയാൾക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റി. ഉറഞ്ഞു കഴിഞ്ഞാൽ പണി പാടും, മനസ്സിലായോ? ഇങ്ങനെ പറയുമ്പോൾ ഇതിനൊരു പ്രശ്നമുണ്ട്. ഞാൻ ചെണ്ട കൊണ്ടുപോയി നേരെ ഇപ്പുറത്തെ കുളത്തിലെത്തില്ല, കുളത്തിൽ ചാടി. അപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തരെല്ലാം ഞെട്ടിത്തെറിച്ചു. കാരണം അമ്പലത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെയ്യം പറയുന്ന സമയത്ത് പോയിട്ട് കുളത്തിൽ തിന്നത്. അയാളുടെ പ്രശ്നം അയാൾക്കല്ലേ. ഇവര് പിറ്റേ ദിവസം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ നേരെ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ജ്യോത്സ്യരെടുത്ത് ശിവന്റെ പേരിലൊരു തെയ്യാണ്, ഭയങ്കര ശക്തിയുള്ള തെയ്യാണ്. ഡോക്ടറല്ല ജ്യോത്സ്യരാണ്. എന്തിന്റെ പ്രശ്നം? അപ്പോൾ ഇയാൾ കവടി നിന്ന് ഇരുത്തി. അപ്പൊ കവടി നിർത്തുമ്പോൾ ഇയാളെ മോഹനം ഭയങ്കര സീരിയസ് കൊണ്ട് ചുമന്നു. ഇങ്ങനെ 2, 4, 8, 8 - 2, 7, 6 വലിപ്പമാണ്. അപ്പൊ ഇവരുടെ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ ഭയങ്കര പേടിച്ച് നിൽക്കുന്നു. പ്രശ്നമാണ്, ശിവകോപമാണ് സംഭവിച്ചിട്ടില്ല. ക്ഷേത്രവും മുടിയും നാടും മുടിയും. ക്ഷേത്രം മുടിച്ച നാടും മുടിയല്ലേ പറയാനുള്ളൂ, മണ്ടന്മാരായിട്ട് പറയാത്തൊരു സ്ഥിതികൾ. ഒരു ക്ഷേത്രം വെച്ചാൽ അത്രയും ഇവിടെ മനുഷ്യന്മാർ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ ആൾക്കാരെല്ലാം പതിക്കില്ല. എന്നിട്ട് അപ്പൊ എന്താണ് പ്രതിവിധി ചോദിച്ചത് നോക്കട്ടെ. എന്നിട്ട് വീണ്ടും ഇയാളെ ഇത് വെക്കുന്നു മാറ്റി കഴിഞ്ഞിട്ട് ഇയാൾ പറയാം പ്രതിവിധി ഇന്നേ ഉള്ളൂ. എന്ത് പ്രതിവിധികളും ചെയ്യും, ഒന്നുമില്ല. ഇനി എല്ലാ കൊല്ലം തെയ്യം കിട്ടുമ്പോൾ ഉറയുന്ന സമയത്ത് കൃത്യമായിട്ട് അയാൾ പോയിട്ട് കുളത്തെത്തും. അങ്ങനെ ആ തെയ്യം നടക്കുന്ന സ്ഥലത്ത് എപ്പോഴും ഈ തെയ്യം ഉറയുന്ന സമയത്ത് ഈ കുളത്തിൽ 12, 1 മണിയാകുമ്പോൾ തുള്ളും ചാടും.
തെയ്യം കിട്ടുന്ന ആ നായിക്ക് കപ്പുഷ്പം മുട്ടിയ നേരം പറഞ്ഞിട്ടാണ് ഇവര് ത്രായിക്കൊണ്ട് എനിക്ക് തൊഴില്. അങ്ങനെ അത് ആചാരമാണ്. അങ്ങനെയാണ് ഈ ശബരിമല സ്ത്രീപ്രവേശത്തിനെതിരെ ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇതാണ് ആചാരം മനുഷ്യന്മാരുണ്ടാക്കുന്നത്. എൻ്റെ അടുത്ത് കമന്റ് മൊത്തം എൻ്റെ അച്ഛനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരനാണ് ഞാൻ. പിന്നെ അങ്ങനെ കുറെ കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ട്. ആ കഥ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. ദേശീയ ഗാനം നമ്മൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചൊരു ഓർമ്മയുണ്ട്. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അശ്ലീലമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. കാരണം ദേശീയ ഗാനത്തിനൊക്കെ ഒരു അന്തസ്സില്ല. ഈ വെട്ടും കുത്തും മാർക്കും എന്നുള്ള സിനിമ നടക്കുന്ന സമയത്ത് ദേശീയ ഗാനം അതിന് മുന്നോട്ടായിട്ട് പ്രദർശിപ്പിക്കും അല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വയലൻസ്, കള്ളക്കടത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ഒരു സാധനമാണ് ദേശീയ ഗാനം. അപ്പൊ ഞാൻ പ്രതിഷേധ സൂചകമായിട്ട് ഇരിക്കൂല, അത് തീരുമാനിച്ചു. അപ്പൊ എൻ്റെ ഭാര്യ എന്നെക്കാട്ടിയും വലിയ പ്രതിഷേധമാണ്. ബുദ്ധിജീവി കുറേ ഉണ്ട്, കുറച്ചുണ്ട്. അപ്പൊ ഞാൻ ഓളം കൂടിയിട്ട് ഒരു കാലിക്കാട് ദീപ്തി ടാക്കീസിൽ ഒരു സിനിമ പോയി. ഏത് കൊണ്ടാണ് അപ്പൊ ഇതേപോലെ ദേശീയ വേഗത്തിൽ നമ്മളെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ കുറെ അങ്ങനെ സിനിമകളുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് പറഞ്ഞ ബാക്കിൽ ഇരിക്കുന്നത്. അപ്പൊ ദേശീയ ഗാനം തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ നല്ല എണീക്കാൻ കളിക്കുമ്പോൾ ഇരിക്കണം പുള്ളി എത്തിച്ചു. കാരണം ഓള് പറയുന്ന വീട്ടിലെങ്കിലും വീട്ടിന്റെ രാത്രി മൊത്തം പ്രശ്നമായിരിക്കും. ഒരു പ്രശ്നമാണത്. അപമാനഭാരത്താൽ തലവലിക്കേണ്ടില്ല. അപ്പൊ ഞാനത് ഇരുന്നു. അപ്പൊ എന്റെ പ്രതീക്ഷ ബാക്കിൽ എന്റെ ധൈര്യത്തോടെ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള ഇതിനെ പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ബാക്കിലുണ്ട്. നോക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു. ഞാൻ ഇവള് മാത്രം ഇരിക്കുന്നു. അപ്പൊ ഒരു സെക്യൂരിറ്റി വന്നിട്ട് നേരെ ഇവളെ കുറെ ചിന്ത പാകിസ്ഥാൻ ജാവോ എന്നെല്ലാം പറയാം. അപ്പൊ ഞാൻ സുഖമായി ഹിന്ദി പരീക്ഷയിൽ പാസ്സായി. പക്ഷെ എന്നാൽ എനിക്ക് ഹിന്ദി അറിയില്ല. ഓൾക്ക് ഹിന്ദി ഒട്ടും അറിയില്ല. അതുകൊണ്ട് ഇയാൾ പറയുന്നത് തെറിയൊന്നും കേൾക്കാൻ നമ്മളെങ്ങനെ കേൾക്കൊണ്ടിരുന്നു. പക്ഷെ അന്ന് രാത്രി എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായി. ഇതിന് ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ പൈസ കൊടുത്ത് സിനിമ കാണുന്നത്. ഇവര് പറയുമ്പോൾ ഇതൊരു വയലൻസാണ്. ഒരു ജനാധിപത്യ സമൂഹമല്ലേ. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്ന, ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന, കൃഷ്ണപിള്ളി ഉണ്ടായിരുന്ന, ഭഗത് സിംഗ് ഉണ്ടായിരുന്ന, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്ന, AK ഗോപാൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോൾ ഇവര് പറയുന്നതനുസരിച്ച് എഴുന്നേൽക്കണം എന്ന് പറയുന്നത് എന്തൊരു മോശമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് കഥ വന്നത്. ഒരാൾക്ക് ഇതേപോലെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. അയാൾ ലെറ്റർ അടിച്ചപ്പോൾ ഓഫായി. ലെറ്റർ അടിച്ചിട്ട് കയറി സിനിമ കാണുമ്പോൾ ഓഫാകുമെന്ന് അറിയില്ല. പ്രത്യേകിക്കാത്തവരുണ്ട് അവിടെ. പ്രത്യേകിച്ച് എനിക്കറിയാം ഓഫാകാൻ കുറെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോധം കിട്ടും. അപ്പൊ ഓഫായ സമയത്ത് ഈ സംഘികളായിട്ടുള്ള കുറെ ആൾക്കാർ അപ്പൊ ദേശീയഗാനം എല്ലാവരും എണീച്ചു. ഇയാൾ എഴുന്നേറ്റില്ല, ഇയാൾ തല്ലും. പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഇത് ഇയാളെ കുറെ പ്രശ്നമുണ്ടാവും. ഇങ്ങനെ ഒരു ഇയാൾക്ക് നാട്ടിൽ സ്ഥലമെല്ലാം ഇല്ലാത്തൊരവസ്ഥ വരുന്നു. ആ സമയത്ത് പാകിസ്ഥാനിൽ ഒരു കത്ത് വരും. ഇവിടെ 3 സെന്റ് സ്ഥലമുണ്ട് വില്ലച്ചന്റെ പേരിൽ. എന്നിട്ട് ഇയാൾ പാകിസ്ഥാനിലേക്ക് പോകുന്ന കഥ. അപ്പൊ അങ്ങനെ ഞാനൊരു അത്തരത്തിലുള്ള കഥകൾ എഴുതിയിട്ടുണ്ട്. അത് പക്ഷെ നമുക്ക് എഴുതാൻ തോന്നുന്ന ഒരു ഉള്ളിൽ നിന്ന് വരണം. ഇപ്പോൾ പൊളിറ്റിക്കൽ റിസോർട്ട് പൊളിറ്റിക്സ് ഉണ്ടല്ലോ. നമ്മൾ കർണാടകയിലൊക്കെ നടക്കുന്ന റിസോർട്ട് പൊളിറ്റിക്സ്. BJP-ക്കാർ ഇലക്ഷൻ മുമ്പേ കുറെ 30 കോൺഗ്രസ്സുകാരെ പിടിച്ചിട്ട് ഹോട്ടലിൽ താമസിപ്പിക്കുന്നു. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ BJP ചെയ്യുന്ന ഭയങ്കര രാഷ്ട്രീയ തമാശകളാണല്ലോ. പൈസ കൊടുത്ത് അധികാരം ഉണ്ടാക്കുന്നു. അപ്പൊ അത് എനിക്ക് കഥയായിട്ട് അസാധുതയുള്ള കഥയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നമുക്കത് സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ ഞാൻ എഴുതും. പക്ഷെ എൻ്റെ രാഷ്ട്രീയം പറയാനുള്ള ഒരു സ്പേസ് അല്ല എൻ്റെ കഥ, എൻ്റെ പ്രവൃത്തി. എനിക്ക് ചില കാര്യങ്ങൾ എഴുതണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എഴുതും. രാഷ്ട്രീയം പറയാൻ എനിക്ക് സോഷ്യൽ മീഡിയയിലുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ നല്ല സദസ്സുകളുണ്ട്. അവിടെ ഞാൻ എൻ്റെ രാഷ്ട്രീയം, എനിക്ക് നല്ല രാഷ്ട്രീയമുണ്ട്. ഞാൻ ഒരിക്കലും RSS ആവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇവിടുത്തെ എല്ലാ മനുഷ്യരും RSS ആയി ഞാൻ രസപ്പെടും. സർജൻ യൂണിവേഴ്സിറ്റിയുടെ കാണ്ടാമൃഗം എന്ന് പറയുന്ന നാടകമുണ്ട്. അവിടെ ആ നാടകത്തിലെ എല്ലാ ആൾക്കാരും കാണ്ടാമൃഗവും സാധനം കാമുകനും മാത്രമാവും. ഒരു ഘട്ടം കഴിയുമ്പോൾ കാമുകയും കാണ്ടാമൃഗമായിട്ട് ഈ കൂട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഈ കാമുകൻ പറയും, എല്ലാവരും കാണ്ടാമൃഗമാവുന്ന കാലത്ത് മരിക്കുമ്പോഴും ഞാൻ മനുഷ്യനായി തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. എന്നിട്ടാണ് നാടകം അവസാനിക്കുന്നത്. ഭയങ്കര നാടകം. അപ്പൊ അതേപോലെ തന്നെയാണ് എന്ത് സംഭവിച്ചാലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇന്ത്യ മൊത്തം RSS ആയാലും ഞാൻ RSS ആവില്ല എന്നതാണ് എൻ്റെ രാഷ്ട്രീയം. താങ്കളുടെ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പേര് മരണത്തെ കുറിച്ചൊരു ഐതിഹ്യമാണ്. പിന്നെ നോവലിന്റെ പേര്
ജീവിതവും മരണവും തമ്മിലുള്ള ഒരു ഭൗതിക കലം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് ഇതിനെ എങ്ങനെ കൺസെപ്റ്റുവൈസ് ചെയ്യുന്നത്? മനസ്സിലായി. ഒന്നാണ് ഞാൻ നാട്ടിൽ ഭയങ്കര മരണങ്ങളുണ്ടായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ തൊട്ടപ്പുറത്ത് ആത്മഹത്യകൾ അല്ലെങ്കിൽ മറ്റൊരു അസുഖം പിടിച്ച് മരിക്കുന്നതാണ്, കുട്ടികൾ മരിക്കുന്നത്. കാരണം മരണം കുട്ടിക്കാലം തൊട്ട് കണ്ടതിൻ്റെ ഒരു ട്രോമ എൻ്റെ ലൈഫിലുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും എന്നെ സങ്കടപ്പെടുത്തിയത് മരണമാണ്, എന്നെ ഭയപ്പെടുത്തിയത് മരണമാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇപ്പം എൻ്റെ ഫോണിൽ ഇപ്പോൾ മരിച്ചവരുടെ നമ്പറുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ 30 വയസ്സായി, 42 വയസ്സായി. അപ്പോൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം കഴിഞ്ഞു. ഇനി കൂടിപ്പോൾ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ, ക്യാൻസർ, സ്ട്രോക്ക് ഞാൻ പറയും. ജീവിതത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ജീവിതം എന്ന് പറയുന്നത് മരണത്തിന് മുമ്പുള്ള വെപ്പാട് മാത്രമാണ്. നമുക്ക് നാളെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും നമുക്ക് സംശയമാണ്. ഇത് നമ്മളെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന ഗോപി മാഷ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് മനുഷ്യനായിട്ടാണ്. മാഷ് നിലമ്പൂരേക്ക് പോകുന്ന സമയത്ത് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു മരിച്ചു. അപ്പം അങ്ങനെ മരണം എപ്പോഴാണ് നമ്മളെ തേടിയെത്തുക എന്ന് അറിയില്ല. അതുമാത്രമല്ല, എത്രയോ ആളുകൾ ഇവിടെ ജീവിച്ചവരാണ്. ഇപ്പോൾ പരശുരാമൻ, ശ്രീരാമൻ, രാവണൻ, പിന്നെ അത് കഴിഞ്ഞ് ഹിറ്റ്ലർ, മുസോളിനി, പിന്നെ ജയൻ, നസീർ, സത്യം, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ ജീവിച്ചു. നെപ്പോളിയൻ, ക്ലിയോപാട്രയുടെ മൂക്കിന് വേണ്ടിയിട്ടാണ് യുദ്ധമുണ്ടായത്, മൂക്കിൻ്റെ പേര്. അങ്ങനെ ഒരുപാട് പേര് ജീവിച്ചൊരു കാലത്ത് നമ്മളിവിടെ ജീവിക്കുന്നു എന്നുള്ളത്, എന്നെ നമ്മളെല്ലാം മരിച്ചു. നീ മരിക്കും, ഞാനും മരിക്കും, നിങ്ങളെല്ലാവരും മരിച്ചുപോയി. അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളുടെ ഇത്രയും ജീവിതത്തിൻ്റെ നിസ്സാരത എനിക്ക് ഭയങ്കരമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാവാൻ മരണം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ എഴുത്തും പൂർണ്ണമാവുന്നത് എപ്പോഴാണെന്ന് എന്നോട് ചോദിച്ചാൽ അത് മരണത്തെക്കുറിച്ചാണ് എഴുതി തുടങ്ങുകയാണ്. മരണത്തെക്കുറിച്ച് എഴുതാത്ത ഒരാൾ എഴുത്തുകാരനല്ല എന്നുള്ളത്. കാരണം മരണത്തെക്കുറിച്ച് എഴുതുന്നതാണ് ആത്യന്തികമായിട്ട് എഴുതുന്ന ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. താങ്കളുടെ മറ്റ് അതേസമയം ടേക്ക് ഓഫ് സമയത്ത് ടേക്ക് ഓഫ് അതിരുകൾ കിട്ടുന്നു, അതിന് ഇന്റർനാഷണൽ സ്വഭാവം. അതുപോലെ അതിന് ഡോക്യുമെന്ററി സ്വഭാവം, ഇപ്പോൾ പ്രാദേശിക ഇന്റർനാഷണൽ ഡോക്യുമെന്റേഷൻ സ്വഭാവത്തിലേക്ക് ഒരു വെല്ലുവിളി സ്വാഭാവികമുണ്ടായിരുന്നു. കാരണം അത് ഇറാഖിലകപ്പെട്ട നഴ്സുമാരുടെ, IS-ന്റെ കടലിൽപ്പെട്ട നഴ്സുമാരുടെ കഥ പറയുന്ന സിനിമയാണ് ടേക്ക് ഓഫ്. അപ്പോൾ അത് നമുക്ക് അപരിചിതമായിട്ടുള്ളൊരു ഭൂമികയാണ്, അപരിചിതമായിട്ടുള്ള ജീവിതമാണ്, അപരിചിതമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും അതിന് പിറകിൽ നമ്മൾ നടക്കേണ്ടി വരും. അപ്പോൾ അതിന് പിറകിൽ ഞങ്ങൾ നിരന്തരമായി ഈ IS-ന്റെ ഡോക്യുമെൻ്ററി കാണുന്നു, പിന്നെ ഈ നഴ്സുമാരെ പോയി കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ അനുഭവങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നു, അവരുടെ സങ്കടങ്ങൾ, അവർ അനുഭവിച്ചിട്ടുള്ള അപമാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം IS-ന്റെ ഈ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ എന്നെ ഇങ്ങനെ തോന്നുന്നു, നിങ്ങൾ IS-ൽ ചേരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഞാൻ കാസർഗോഡുകാരനായതുകൊണ്ട് അന്ന് കാസർഗോഡ് നിന്ന് കുറേ ആൾക്കാർ ആട് മേയ്ക്കാൻ വേണ്ടിയിട്ട് സിനിമയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ ആട് മേയ്ക്കാനൊന്നും പോകുന്നില്ല, അത് സിനിമയുടെ ഭാഗമാണ് എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം ഒരു വർക്ക് ഓഫ് ആർട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനു വേണ്ടി നമ്മൾ പണിയെടുക്കണം. ഇപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്ന കഥ സബർമതി എക്സ്പ്രസ്സിലാണ് അയാൾ പാകിസ്ഥാനിലേക്ക് പോകുന്നത്, ഔറംഗാബാദിലേക്ക്. അപ്പോൾ ആ സമയത്തൊക്കെ സബർമതി എക്സ്പ്രസ് ഏത് സമയത്താണ് പോകുന്നത്, അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടില്ല. ഔറംഗാബാദിൽ ഏതൊക്കെ ബാറുണ്ട്, പിന്നെ അവിടെ വേറെ എന്തെങ്കിലും ഗള്ളികൾ, അവിടുത്തെ ചരിത്രം, അതൊക്കെ നമ്മൾ അന്വേഷിക്കും. എഴുത്തിന് പിറകിൽ കൃത്യമായിട്ടുള്ള ഒരു പണിയുണ്ട്. ഇത് നമ്മൾ ചരിത്രം തേടിപ്പോകും. കാരണം അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വായനക്കാരൻ എവിടെയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫാക്ച്വൽ അറിവുണ്ടെങ്കിൽ അവർ ചോദിക്കണം, അത് എഴുത്തുകാരുടെ പരാജയമാണ്. അപ്പം എല്ലാ കഥയ്ക്കും ഇതിൽ അങ്ങനെയുള്ള അധ്വാനം, കഥയ്ക്കും തിരക്കഥയ്ക്കും പിറകിൽ അങ്ങനെയുള്ള അധ്വാനം ചെയ്യാറുണ്ട്. കാരണം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തേ മതി. മരണവംശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർക്കാന എന്ന അവിടുത്തെ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള സംഭാഷണം, ഈ ഒരു കോൺവെർസേഷൻ എങ്ങനെയാണ്? അത് പിന്നെ എൻ്റെ നാട്ടിൽ നമ്മൾ വീട്ടിലൊക്കെ ചെറുപ്പത്തിൽ
മൃഗങ്ങളുമായിട്ട് ഭയങ്കര പാരസ്പര്യമാണ്. പക്ഷികൾ വീട്ടിലൊക്കെ എപ്പോഴും നായ ഉണ്ടാവും. നാടൻ നായായിരിക്കും. നാടൻ നായയുടെ ഏറ്റവും സ്നേഹമുള്ള നായ ഈ പൊമ്മേറിയനോ മറ്റേ ലാബ്രഡോറോ ലാബ്രഡോ പിന്നെ മറ്റേ മേട്ടുപ്പാളൻ അങ്ങനത്തെ ഒരു നായില്ല രാജമാൻ. അപ്പൊ അങ്ങനത്തെ നായകളെക്കാളും ഏറ്റവും സ്നേഹമുള്ള ജീവിയാണ് നാടൻ നായ. ഭയങ്കര സ്നേഹമാണ്. നമ്മളിപ്പോൾ അതിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കോട് സ്നേഹിക്കണം. അപ്പൊ അങ്ങനെയുള്ള നായകൾ, പശുക്കൾ ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ പശുവിനോട് വർത്താനം പറയുന്ന ഒരു സ്ത്രീയുണ്ട്, എൻ്റെ അമ്മമ്മയുടെ അനിയത്തി രമണിയമ്മ എന്ന് പറയുന്നത്. അപ്പൊ രമണിയമ്മയുടെ രാത്രി ഈ ദശമൂല അരിഷ്ടത്തിൽ ചാരായം കൊണ്ടുവന്നിട്ട് കുടിക്കും. ചാരായം പ്രാക്കും. ചാരായം കുടിക്കുന്ന തെറ്റൊന്നുമില്ല കേട്ടോ. സ്ത്രീകൾ മദ്യപിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ചാരായം കുടിച്ചു വന്നിട്ട് രമണിയമ്മ ഈ പശു ഭയങ്കര വളഞ്ഞ കൊമ്പാണ്. വളഞ്ഞ കൊമ്പും പിടിച്ചിട്ട് കരക്ക് തൊഴുത്തിൽ പോയിട്ട് രമണിയമ്മയെ കൊമ്പും പിടിച്ചിട്ട് രമണിയമ്മയുടെ സങ്കടമെല്ലാം പറയും. ഈ പാവം പശു അക്കൂല്ലാതെ തലയടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ കുട്ടിക്കാലത്ത് കാണുന്ന സീനാണ്. അപ്പൊ അന്നൊട്ടേ ഈ പ്രകൃതിയുമായിട്ടും ജീവജാലങ്ങളുമായിട്ടും ഭയങ്കരമായിട്ടുള്ള ആഴത്തിലുള്ള സ്നേഹം വെച്ചു പുലർത്തണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അനുഭവിച്ചതാണ്. ഒരു മനുഷ്യൻ നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കാനുള്ള പല പ്രധാന വഴികളുണ്ട്. ഏതാണെന്ന് ചോദിച്ചാൽ അവര് ജീവജാലങ്ങളോട് ഇടപെടുന്ന രീതിയാണ്. നിങ്ങളൊരു മൃഗങ്ങളോട്, പക്ഷികളോട് നിങ്ങൾ അത്രമേൽ വെറുപ്പോടെയാണ് പെരുമാറുന്നെങ്കിൽ നിങ്ങളുടെ മനസ്സ് അത്ര ശരിയല്ല എന്ന് ഞാൻ പറയും. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതക്രമത്തിൽ നിന്ന് വന്നുകൊണ്ട് മരണവംശത്തിലെ കഥാപാത്രങ്ങൾക്ക് ആ പ്രകൃതിയോടും ജീവജാലങ്ങളോടുള്ള ഒരു പാരസ്പര്യം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അത് ഞാനൊരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതല്ല. അത് ഞാൻ അനുഭവിച്ചിട്ടുള്ള, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ടീച്ചർ എന്ന സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിലെ കഥാപാത്രം അല്ലെങ്കിൽ ഒരു PT ടീച്ചറാണ്. അവരൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോവാതെ തിരിച്ചടിക്കുന്നു. ഒരു പുരുഷൻ ഒരു സ്ത്രീ കഥാപാത്രത്തെ എഴുതുന്ന സമയത്ത് അതിൻ്റെതായ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ഈ ടീച്ചർ എന്ന സിനിമയിലെ കഥാപാത്രം സ്ത്രീയുടെ തച്ചുടങ്ങുന്ന കഥാപാത്രം അല്ല, അത് ടീച്ചർ എന്ന് പറയുന്ന കഥ ഒരു വയലൻ്റുള്ള ഒരു കഥയാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥ. അത് അങ്ങനെ ആയിരുന്നില്ല വരേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സിനിമ കുറച്ച് പ്രശ്നങ്ങളുള്ള സിനിമയാണ്. എനിക്ക് അത്ര ഇഷ്ടമല്ല പടം. അതിന് പ്രധാനപ്പെട്ട കാരണം ആ സംവിധായകൻ്റെ കൈയിരുത്തമാണ്. അവനവൻ്റെ തോന്നിയതുപോലെ പലതും വെട്ടിമാറ്റി കൂട്ടിച്ചേർത്തു. അവൻ്റെ കയ്യിലിരിപ്പില്ല, അവൻ്റെ ഒരു തോട്ട് പ്രോസസ്സാണ്. കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ എത്ര പറഞ്ഞിട്ടുള്ളത് പല സീനുകളും മാറ്റാൻ തയ്യാറായില്ല. ആ കഥയിലേക്ക് എത്തുന്ന വെച്ചാൽ ഒരു ടീച്ചർ അനുഭവിക്കുന്ന പ്രതിസന്ധി, ഇങ്ങനെ കുട്ടികളാൽ അനുഭവിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്യുക എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ടീച്ചറിലേക്ക് എത്തുന്നത്. പിന്നെ സ്ത്രീയെക്കുറിച്ച് ഒരു പുരുഷൻ എഴുതുക എന്ന് പറയുന്ന ചോദ്യം അത് അത്ര കണ്ട് സാധ്യമല്ല. നിങ്ങളുടെ മനസ്സ്, സ്ത്രീകളുടെ മനസ്സ് കുന്താപ്പി പുട്ടോസ പോലെയാണെന്നാണ് ബഷീർ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ പിടികിട്ടാൻ പാടാണ്. സ്ത്രീകളെ കുറിച്ച് എഴുതുന്നത്. ഇപ്പൊ ഞാൻ ബാറിൽ പോയിട്ട് മദ്യപിക്കുന്നു, നമ്മള് മദ്യപിക്കാറ്. അപ്പൊ മദ്യപിക്കുന്ന ആ അവസ്ഥ, മദ്യപിക്കുമ്പോൾ നമുക്ക് ബാറിന്റെ ഒരു ആംബിയൻസ്, അവിടുത്തെ കലഹങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അതൊരു മദ്യപിക്കാത്ത ആൾക്ക് പറ്റില്ല. അതേപോലെ സ്ത്രീ അനുഭവിക്കുന്ന ഒരു മാനസിക പ്രശ്നം ഞാൻ എഴുതുമ്പോൾ, ഒരു സ്ത്രീ എഴുതുന്നത് ഞാൻ എഴുതും മറ്റേ കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഭയങ്കര. ഞാൻ ഏറ്റവും ക്രിയേറ്റീവായിട്ട് വിചാരിക്കുന്ന സ്ത്രീകളാണ്. കാരണം അവർ പല വിധത്തിലുള്ള ഒപ്രഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്കാലം തൊട്ട് പലതരത്തിലുള്ള ചട്ടക്കൂടുകളിൽ ഒതുങ്ങാൻ വിധിക്കപ്പെട്ടവരാണ്. ഈ എവിടെയാണ് നിങ്ങൾക്ക് ഒപ്രഷൻ ഉണ്ടാകും അവിടെ സർഗാത്മകതയുടെ ഒരു വേലിയേറ്റം കൂടുതലായി. നിങ്ങൾ മനസ്സ് സ്വതന്ത്രമാവും തോറും നമ്മളുടെ സർഗാത്മകത കുറയും. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രയാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തോട്ട് പ്രോസസ്സ് നമ്മളുടെ വലുതാവും. അതുകൊണ്ടാണ് ഏറ്റവും നല്ല സിനിമകൾ ഇറാനിൽ നിന്നുണ്ടാവുന്നത്. ഇപ്പോൾ ചിൽഡ്രൻ ഓഫ് ഹെവൻ, കളർ ഓഫ് പാരഡൈസ്, ടർക്കിഷ് കാൻ ഫ്ലൈ, അല്ലെങ്കിൽ മറ്റേ കരസ്ഥാന സിനിമകൾ ഒക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒപ്രസ്ഡ് സ്പേസ് ഉണ്ട്. ഗംഭീരമായിട്ടുള്ള സിനിമകളുണ്ട്, ഗംഭീരമായിട്ടുള്ള കലകൾ ഉണ്ടാകുന്നിടത്തൊക്കെ ഒപ്രഷൻ ഉണ്ട്. ഇപ്പൊ മാർക്കേസിന്റെ നോവൽ കൊളംബിയയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്.
സ്ത്രീകൾക്ക് അങ്ങനെ ക്രിയേറ്റീവ് അവരവരുടെ ക്രിയേറ്റീവ് സ്വത്വം തിരിച്ചറിയണമെങ്കിൽ അവർക്ക് വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈ പുരുഷാധിപത്യ സമൂഹം ഈ ആണത്വ അധികാര നിർമ്മിതിയായിട്ടുള്ള കുടുംബം തുടങ്ങിയ വ്യവസ്ഥയിൽപ്പെട്ട് അവരുടെ ഒരു സ്വത്വം ഇല്ലാതാവുന്ന നിസ്സഹായമായ കാഴ്ച ഞാൻ പലപ്പോഴും പല സ്ത്രീകളുടെ ജീവിതം നോക്കുമ്പോൾ അവൾ ഇങ്ങനെ ആവേണ്ടവളായിരുന്നില്ലല്ലോ, അവൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള സങ്കടം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും സ്ത്രീകളോട് പറയാം, നിങ്ങൾ എനിക്കൊരു കല്യാണം കഴിക്കരുത്. കാരണം കല്യാണം പറയുന്നൊരു പുരുഷാധിപത്യ പരിപാടിയാണ്. കാരണം കല്യാണത്തിൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ്, കല്യാണം കഴിച്ചാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് ഒന്നിക്കൽ സ്ത്രീകൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കാലിൽ ഒരു വരുമാനം ഉണ്ടാക്കണം. അല്ല, സ്വന്തം കാലിൽ വരുമാനം ഉണ്ടാക്കുന്ന സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടാക്കുക. ആ ജോലി നിങ്ങൾക്ക് തരുന്ന അന്തസ്സ് ഭയങ്കര സംഭവമാണ്. കല്യാണം കഴിച്ചാൽ ആ ഭർത്താവ് ചിലപ്പോൾ വൃത്തിയിട്ടാണ്. ആണുങ്ങളെല്ലാം ബേസിക്കലി വൃത്തിയിട്ടാവുന്നതാണ്. ഞാൻ ആണായതുകൊണ്ടാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്ത് ഡെഫിനിഷൻ പറഞ്ഞാലും ഒരാളിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. നമ്മൾ മെയിൽ ഷോവനിസം എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര ഫെമിനിസ്റ്റാണെന്ന് പറയുന്ന ആൾ പോലും അയാളുടെ ഉള്ളിൽ ആണ് സട കുടഞ്ഞ് ഒരു നിമിഷം പുറത്തേക്ക്. ഇപ്പോൾ തപ്പെടുന്ന പറഞ്ഞിട്ടാണ് പറയുന്നത്. തപ്പെടല്ല, അത് സ്ലാപ്പ് തല്ലുന്ന ഒരു പെൺകുട്ടിയെ തല്ലിയതിൻ്റെ പേരിൽ ഡൈവേഴ്സ് ആകുന്ന ഒരു പടമുണ്ടല്ലോ, തപ്പെടല്ല. ആ തപ്പെടുന്ന തല്ലി. ഞാനൊരു പടം കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു, ഒരു പെണ്ണിന് ഒരു തല്ലിയതിൻ്റെ പേരിൽ ഞാൻ ഇതുവരെ ഒരു സ്ത്രീയെ തല്ലിയിട്ടില്ല, എൻ്റെ ഭാര്യയെ തല്ലിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഭാര്യമാരെ അടികൊള്ളുക എന്ന് പറയുന്നത് ഭാര്യയുള്ള കാര്യമാണ്. അതെന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു, ഇയാൾ എത്രയും നല്ല മനുഷ്യൻ, അയാളുടെ ഒരു ഫ്രസ്ട്രേഷൻ പുറത്ത് അവരുടെ മുഖത്തടിച്ചു, അയാളുടെ ബിസിനസ് പ്രശ്നം പൊട്ടിയത്. പിന്നീട് അയാളുടെ ആടിങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതായത് ഒരു പുരുഷന്റെ ഉള്ളിൽ ആട് പുറത്തേക്ക് വരുന്നത് ഈ ആമ തലയിൽ ഈ തോടിന്റെ ഉള്ളിലേക്ക് വെച്ച് വരുന്ന പോലെയാണ് ഈ സ്ത്രീവാദിയായിട്ടുള്ള പുരുഷൻ. അവൻ ആട് നല്ല പുറത്താണ്. അത് ആ ഒരു പീക്ക് ടൈമിൽ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങളോട് പറയാനുള്ള കാര്യം, പ്രണയിച്ചോ, നിങ്ങൾ ഡേറ്റിംഗ് ഏർപ്പെട്ടോ, പക്ഷെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തം കാലം നിൽക്കാനുള്ള ഒരു വരുമാനം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങളുടെ അന്തസ്സ് കുറച്ചും കൂടെ വിപുലമാണ് എന്നാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇതെന്തായാലും നമ്മൾ പറയാൻ ആ ടീച്ചർ മനസ്സിൽ ചില ഇങ്ങനെ പഠിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ വായന മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ഓൺലൈൻ മീഡിയയുടെ ഇടപെടൽ വായനയെ സ്വാധീനിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ അതൊരു പെർഫോമേറ്റീവ് ആക്ട് മാത്രമേ. അല്ല, ഞാൻ ഈ സോഷ്യൽ മീഡിയ രണ്ട് തരം ആസ്പെക്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ സർഗാത്മകതയെ കുറച്ചുകൂടി വിപുലമാക്കി. പണ്ട് ഇപ്പോൾ ഒരു മരണവംശം എന്ന് പറയുന്ന നോവൽ ഇറങ്ങിയാൽ പണ്ട് ഈ നിരൂപകരുടെ കാലം പിടിക്കേണ്ടി വരും. നിരൂപകരിങ്ങനെ കുറേ നിരൂപകരുണ്ടാവും. അങ്ങനെ അവർക്ക് വെള്ളവും വളവെല്ലാം കൊടുത്താൽ മാത്രമേ അവർ കൃതിയെക്കുറിച്ച് എഴുതൂ. ഇന്ന് എൻ്റെ ആ സ്പേസ് പോയി, നിരൂപകരുടെ സ്പേസ് പോയി. ഇപ്പം എൻ്റെ നോവല് ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തില്ല, ഒരു നിരൂപകന് ഞാൻ അയച്ചു കൊടുത്തു. മരണവംശം എന്ന നോവൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയോ ഒരാളോട് ഞാൻ കവർ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്തില്ല. എൻ്റെ നോവൽ ഇറങ്ങിയ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ഞാൻ പോസ്റ്റ് എടുത്തു. പിന്നെ നോവൽ വായിച്ചവരാണ് ആ നോവലിൽ വളർത്തിയത്. അവരവരുടെ ആവേശത്തിലും ഇഷ്ടപ്പെട്ടില്ല അവരപ്പോൾ തന്നെ തള്ളിക്കളയും. അവരവരുടെ ആവശ്യത്തിന് പോയി പോസ്റ്റ് എടുത്തു. അപ്പം പോസ്റ്റ് ഇട്ട് അത് വലുതാവുകയാണ് നോവൽ. പിന്നീടാണ് നിരൂപകർ വായിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസ് വരില്ല. നിങ്ങളൊരു നല്ല കൃതി എഴുതിയാൽ അത് വായിക്കുക, അത് തിരിച്ചറിയുക, അത് വിലയിരുത്തുകയും അത് സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുകയും സോഷ്യൽ മീഡിയ വഴിയോ മറ്റു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സെറ്റപ്പ് ഇവിടെയുണ്ട്. അതേപോലെ ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്ന പ്രധാന കാര്യത്തിൽ ഈ പലർക്കും അവരുടെ സർഗാത്മകമായിട്ടുള്ള ആവിഷ്കാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. പണ്ട് നമ്മൾ മാതൃകാഴ്ചപ്പെടുത്തിലോ മാധ്യമത്തിലോ ദേശാഭിമാനിയിലോ ഭാഷാഘോഷയിലോ വന്നാലേ കഥാകൃത്തം ഇന്നതല്ല. ഇന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നല്ലൊരു സാധനം എഴുതിയാൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ഏറ്റവും ഉദാഹരണമാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും രണ്ട് പെണ്ണുങ്ങളുടെ കഥയിൽ രാഷ്ട്രീയ ടീച്ചറുടെ ഫേസ്ബുക്ക് പേജിലാണ് ഓരോ അധ്യായം എഴുതിയത്. അപ്പം എല്ലാവരും അടുത്ത അധ്യായം ചോദിച്ചു അങ്ങനെ ചോദിച്ചു വളർന്നു പോയ നോവലാണ്. അപ്പം അത് കുറച്ചും കൂടെ സാഹിത്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്നുണ്ട്. ഇപ്പം പണ്ട് ഒരു വർഷം കേരളത്തിൽ ഒരു 5-6 നോവലുകളുണ്ട്. ഇപ്പം 100-ലധികം നോവൽ ഇറങ്ങുന്നു. ഇത്
സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. പണ്ട് സിനിമയിൽ ഒരു 50 സിനിമയുടെ ഒരു വർഷമാണ്, 200-250 സിനിമ ഇറങ്ങണം. ഞാൻ പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ്. എല്ലാവരും കഥ എഴുതുന്നുണ്ട്, എല്ലാവരും കവിത എഴുതുന്നുണ്ട്, എല്ലാവരും ഓർമ്മക്കുറിപ്പ് എഴുതുന്നുണ്ട്. നമുക്ക് പിന്നെ അധിവാസിക്കാരനോ അല്ലെങ്കിൽ അശോകൻ ചെറിയിലോ അല്ലെങ്കിൽ മറ്റ് എഴുത്തുകാരനോ സക്രയിലോ മാത്രമേ എഴുതിക്കൊള്ളൂ എന്ന് പറയുന്ന ഒരു പൊതു പുച്ഛബോധം അത് പൊളിയണം. കാരണം ഒരു ജീവിതം, ആ ജീവിതത്തിൽ ആളുകൾ കഥയോ കവിതയോ വേടന്റെ പാട്ടുകളുടെ ഗാന്ധിജിയോ എന്തെങ്കിലും ചെയ്തോട്ടെ. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രയാസങ്ങളെ മറികടന്ന് ആ കണ്ണീർ തെരുവിൽ നിന്ന് കണ്ണീർ കടലിൽ നിന്ന് പുഞ്ചിരിയിലേക്കുള്ള വഴി കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു പരിപാടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ നോവലുകൾ സിനിമകളിലേക്ക് അഡാപ്റ്റഡ് ആകും, സിനിമകളിലേക്ക് അഡാപ്റ്റഡ് ആകും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുള്ള ഒരു വിമർശനമാണ് മലയാള സാഹിത്യത്തിൽ മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് സ്വഭാവം, പൾപ്പ് ഫിക്ഷൻ എന്ന് വിളിച്ചാൽ അതിൻ്റെ ഒരു വലിയൊരു അടി തന്നെ സാഹിത്യ ലോകത്ത് നടക്കുന്നു. ഇതിനെങ്ങനെയാണ്? പൾപ്പ് ഫിക്ഷൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പൾപ്പ് ഫിക്ഷൻ ഇപ്പോഴും ഇപ്പൊ ഇറങ്ങുന്ന പല കൃതികളിലും വിറ്റുപോകുന്ന പല കൃതികളും നല്ല പൾപ്പ് ഫിക്ഷൻ. ഒരു മുസ്ലിം പെണ്ണിന്റെ പേരിലുള്ള ഒരു നോവൽ പറയുന്നത് പേര് പറഞ്ഞില്ല. അയ്യോ ഞാനത് വായിച്ചിട്ടേ ക്രിഞ്ച് എനിക്ക് വിനീ ശ്രീനിവാസിന്റെ സിനിമയുണ്ട് ആനന്ദം നല്ല ക്രിഞ്ചല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. വിനീ ശ്രീനിവാസൻ ഒരു ക്രിഞ്ചിന്റെ ആളാണ്, പുള്ളിക്കെന്നെ അറിയാം ക്രിഞ്ചോസ്കിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നോവലുകൾക്ക് ഭയങ്കര 15 പതിപ്പിലാണ് നോവൽ ഇറങ്ങി. അതേപോലെ കുറേ പൾപ്പ് ഫിക്ഷൻ ഞാൻ നോക്കിയിട്ടുണ്ട്, എനിക്കൊരു 5 പേരിനപ്പുറത്ത് വായിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിനൊരു ഗുണം എന്ന് വെച്ചാൽ പണ്ട് എൻ്റെ ഈ കുട്ടിക്കാലത്ത് എൻ്റെ ഏട്ടി എന്ന് പറയുന്നത് മൂത്ത ഏട്ടി ചേച്ചി, എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായി. മൂത്ത ചേച്ചി മംഗളം വാരിക, മലയാള മനോരമ വാരിക വീട്ടിൽ കൊണ്ട് അപ്പുറം വീട്ടിൽ കൊണ്ടുവരും, പൂർണ്ണമായിട്ട് വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അതിലെ ഒരു നോവലിന്റെ ഒരു അധ്യായം അന്ന് ഞാൻ പൈങ്കിളിയായിരുന്നു നമ്മളെ സ്കൂളിൽ പഠിക്കുന്നത്. സുധാകർ മംഗളോളയം, ജോസി വാഗമുട്ട, ജോയിസി, ഏറ്റുമാനോ ശിവകുമാർ, ബാറ്റൻ ബോസ് തുടങ്ങിയ നോവലിസ്റ്റുകൾ എഴുതിയ മലയാള മനോരമത്തെ മംഗളം ഒരു എപ്പിസോഡ് വായിച്ചാൽ നമ്മൾ അടുത്ത എപ്പിസോഡ് കാത്തിരിക്കും. അങ്ങനെ ഞാൻ കുറേ കാലം ഈ പുസ്തകം വായിച്ചിരുന്നു. അത് വായിച്ചിട്ടാണ് ഞാൻ ഒരു കൂടെ കുഞ്ഞുമങ്ങളും 4 ഘട്ടം, 2-ാം ഊഴവും, ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരൊക്കെ വായിക്കുന്നത്. ഈ പൾപ്പ് ഫിക്ഷന്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മടുക്കും, കുറെ കഴിയുമ്പോൾ കൊള്ളൂലല്ലോ, ഇത് മോശമാണ്. എന്നിട്ട് നമ്മൾ സീരിയസ് ആയിട്ടൊരു വായനയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വഴി അത് വെട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങൾ ഭയങ്കരമായിട്ട് നെറ്റ്ഫ്ലിക്സ്, മറ്റേ ആമസോൺ പ്രൈമും സോണി ലൈവും ഒക്കെ സിനിമകളാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ ഗുണം, നിങ്ങൾ അത്തരത്തിൽ സിനിമ കാണുമ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമ അയ്യേ ക്രിഞ്ച് എന്ന് പറയും. എനിക്ക് ലോക സിനിമകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കാണുകയും ഇഷ്ടപ്പെടുകയാണ്. എനിക്ക് തർക്കോസ്കിയും ബർഗ്മാനും അല്ലെങ്കിൽ കിസ്ലോസ്കിയും ഒക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ള വോങ്കർവായും തുടങ്ങിയ പിന്നെ കുറേ സ്പാനിഷ് ഡയറക്ടറായിട്ടുള്ള അൽമദോവറിന്റെ പടങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്ക് ഇത്തരത്തിലെ പടങ്ങൾ കാണുമ്പോൾ ഇപ്പൊ കാന്താരയൊക്കെ കാണുമ്പോൾ അയ്യോ, അത് നമ്മളുടെ കാഴ്ച ബോധം നമ്മളുണ്ടാക്കുന്ന ഒരു പരിവർത്തനമാണ്. അപ്പൊ അതേ സാധനം നിങ്ങൾ പൾപ്പ് വായിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ പൾപ്പ് മടുക്കും. ഇപ്പൊ ആനന്ദം എന്ന് പറയുന്ന സിനിമ പോലത്തെ 4 പടം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓടും. ഇപ്പൊ തട്ടത്തിൽ എന്ന് പറയുന്നത് ആനന്ദം ഞാൻ കണ്ടിട്ട് എനിക്ക് ക്രിഞ്ച് അല്ല, ഞാൻ വിമർശിക്കുന്നില്ല. ഞാൻ ചിലപ്പോൾ തണ്ട വൈബ് തന്തയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോ അങ്ങനെയുള്ളൊരു യാത്ര സാധ്യമാക്കുന്നുള്ളതാണ്. അപ്പൊ അതിനങ്ങനെ എല്ലാത്തിനും നമുക്ക് ഇത് എഴുതാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള കൃതികൾക്ക് വായനക്കാരുണ്ട്. അപ്പൊ ഒരിക്കൽ പറഞ്ഞിട്ട് അല്ലേ മോഹൻസാറിന്റെ ഏറ്റവും നല്ല നോവൽ ഇന്നലത്തെ മഴ നോവൽ, ഗംഭീര നോവൽ, പറയുന്ന മന്ദിരകുലത്തിലെ കഥാപാത്രത്തെ വീശിയത് അതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതൊരു പൈങ്കിളി വഴിയിലൂടെ പോകുന്നു. പക്ഷെ അതിന്റെ വാതകം നിന്നെ കാണാത്ത നീ ഇല്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് എന്നർത്ഥത്തിന്റെ ഡയലോഗാണ് അതിൽ പറയുന്നത് അല്ലേ. നീ വരുന്നതും കാത്തുക, ഈ മഞ്ഞ് താഴ്വരയുടെ അറ്റത്ത് ഇരിക്കുക, നീ ഇപ്പോഴും അറിയുക അങ്ങനെ ചോദിക്കും. മഞ്ഞ് ഉൾക്കൊള്ളാം. പിന്നെ അടിയിലൊരു മ്യൂസിക് ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയ സിനിമ കനിയാട്ടാക്കി. കനിയാട്ടാക്കി ഒരു പാരലൽ സിനിമയുടെ സ്വഭാവം, മറ്റു സിനിമകളുടെ സ്വഭാവം കാണിക്കുന്നു. അവിടെ പിന്നീട് വരുമ്പോൾ ടേക്ക് ഓഫ്, ടീച്ചർ, പിന്നീട് വന്ന സിനിമകളിലൊക്കെ ഒരു മെയിൻ സ്ട്രീം സ്വഭാവം. ഇപ്പോൾ മരണവംശം സിനിമയിലേക്ക് അഡാപ്റ്റഡ് ആകാൻ പോവുകയാണെന്ന് കേട്ടിട്ടുണ്ട്.
വലിയൊരു ചേഞ്ച്. അല്ല, അതെന്താ വെച്ചാൽ എനിക്കങ്ങനെ ഒരു റൈറ്റർ, നമ്മൾ എഴുത്തുകാരൻ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം വെച്ചാൽ നമ്മളൊരു പാത്രത്തിലെ വെള്ളം പോലെ ഇല്ല. ടു വില്ലിംഗ് ടു റൈറ്റ്, നിങ്ങൾക്ക് റൈറ്റർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുത്തിൽ നിന്ന് ജീവിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഒരു പാത്രത്തിലെ വെള്ളം പോലെ ഇല്ല. ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ എഴുതാൻ പറ്റും, എഴുതാം. നിങ്ങൾക്ക് ഒരു അവാർഡ് പെടാൻ പറ്റും, എഴുതാം. ഞാനിപ്പോൾ എഴുതി തീർത്ത പടം സലീം അഹമ്മദിൻ്റെ പടം, മറ്റേ ആദാമിൻ്റെ മകനാണ്, പത്തേമാരി തുടങ്ങിയിട്ടുള്ള വേറെ തരത്തിലുള്ള കൊമേഴ്ഷ്യലാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ അല്ല എന്ന രീതിയിൽ സിനിമ എടുക്കുന്ന സലീമിക്കയുടെ പടമാണ് ഞാൻ എഴുതുന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ പ്രശ്നം അനാവരണം ചെയ്യുന്ന പടമാണ്. ആ പടം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഈ സഞ്ജയ് ഭട്ട അല്ലല്ലോ ഇപ്പോൾ ജയിലടിച്ച് അല്ലേ, അതേപോലെ ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. ചിലപ്പോൾ ED എൻ്റെ വീട്ടിലേക്ക് വന്ന് റെയ്ഡ് ചെയ്യപ്പെട്ടേക്കാം. പക്ഷെ വീട്ടിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയം പറയുന്ന സിനിമകളാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ രാജേഷ് മോഹൻ്റെ പടം ചെയ്യാൻ പോയി അടുത്ത വർഷം തുടങ്ങും. അത് 25 കോടി മുതൽ മുടക്കിലുള്ള 4 ആക്ടേഴ്സും താരങ്ങളൊക്കെ ഉള്ള ഒരു പടമാണ്. കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും വേണ്ടി നമ്മളുടെ മൈൻഡ് മാറ്റിയാൽ ഞാൻ ഈ പടമേ ചെയ്യും എന്നുള്ള നിർബന്ധം എഴുത്താൻ വളരില്ല, അടുത്ത നിൽക്കും. അതായത് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. റൈറ്റർ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ ഞാനായിരിക്കുന്നത് അടുത്ത വർഷത്തിൽ ഈ 96 പറയുന്ന സിനിമയിൽ ഏതൊരു കാലത്തിൽ ഞാൻ നിന്നിടത്തന്നെ നിൽക്കുകയാണ് പോകുന്ന സംഭാഷണമുണ്ട്. അതൊരിക്കലും എഴുത്തുകാരനും മനുഷ്യനും ചെയ്യും. നിങ്ങൾ നിന്നിടത്തന്നെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വളരുണ്ട്. നിങ്ങൾ ആ ബോധ്യവും ആ ചിന്തയുമായിട്ട് എങ്ങനെ നിൽക്കും. നമ്മളെല്ലാ വർഷവും മാറിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാതെ നമ്മൾ ഉപ്പിലൊക്കെ വന്ന് വായിൽ വന്ന് പാവയിൽ വിടാമെന്ന് പറയാനാണ്. എന്റെ ചോദ്യം